ഈശ്വര പൂജയാക്കി മാറ്റുക എല്ലാറ്റിനും, എല്ലാ കർമ്മങ്ങളും. അതാണ് ഗോപികമാര് ചെയ്ത് കാണിച്ചു തന്നത്. അവര് പശുവിന്റെ പാല് കറക്കുമ്പം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് അവര് കുട്ടികളെ കുളിപ്പിക്കുന്നത് ഇത് ഉണ്ണിക്കണ്ണനാണ് എന്ന മട്ടിലാണ്. കൃഷ്ണൻ എന്നത് വെറും ഒരു നിമിത്തം മാത്രമായിരുന്നു യശോദയെ സംബന്ധിച്ച്. ആ നിമിത്തത്തിലൂടെ യശോദ വിശ്വത്തിന്റെ മുഴുവൻ അധിഷ്ഠാനമായിട്ടുള്ള ആ സത്യം, ആ എന്താ പറയാ, ഉണ്ണിക്കണ്ണന്റെ വായ്ക്കകത്ത് കാണാൻ അവരുടെ മനസ്സ് സജ്ജമായി എന്നുള്ളതാണ്. കൃഷ്ണൻ കേവലം നിമിത്തം. യശോദയുടെ മനസ്സ്. അതുകൊണ്ടാണ് കവി എന്നെ തപം ചെയ്വത് എന്ന് ചോദിച്ചത്. നമുക്ക് സാധ്യമാണത്. നമ്മുടെ മടിയിൽ എന്തെങ്കിലുമൊക്കെ ആരുടെങ്കിലുമൊക്കെ കുട്ടി വന്നിട്ടുണ്ടാവുമല്ലോ. ആ കുട്ടി മടിയിൽ കിടക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താ? ഇത് ആ അച്ഛമ്മയുടെ മൂക്കാന്നാ തോന്നുന്നു, ഇല്ലേ? കണ്ടോ? നീ കണ്ടില്ലേ? അയ്യോ, ഇല്ലേ? ആ അച്ഛന്റെ വീട്ടുകാരുടെ നെറ്റിൽ ആ കണ്ണാണെന്നാ തോന്നുന്നത്, അല്ലെങ്കിൽ കവിള് കണ്ടോ? നല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് എന്നെ പോലെയാന്ന് എല്ലാവരും പറയണു, എന്നെ മുറിച്ചു വെച്ച പോലെ എന്നൊക്കെ. യശോദ ഇങ്ങനെ മുറിച്ചു വെച്ച കേസൊന്നും കണ്ടിട്ടില്ല. മണ്ണ് വാരിയിട്ടു മണ്ണ് തിന്നോ എന്നൊക്കെ നോക്കിയത് നമ്മളെ കാര്യം പഠിപ്പിക്കുകയാണ്. കണ്ടു അതിലെല്ലാം. നമുക്കും സാധ്യമാണത് നമ്മുടെ കുട്ടിയിൽ കാണാൻ. പക്ഷെ നമുക്ക് കാണാൻ പറ്റാറില്ല പലപ്പോഴും. അല്ല, വായിൽ അഥവാ വല്ല മഞ്ഞ കണ്ടാൽ ഉടനെ ഡോക്ടറെ കാണിക്കണം തോന്നും, വല്ല അത്ഭുതവും കണ്ടാൽ. ഇപ്പൊ വിഭജിക്കാതിരിക്കട്ടെ കർമ്മങ്ങൾ. വിഭജിക്കാതിരിക്കുമ്പോൾ നമുക്ക് അതിലെ ആ പൂർണ്ണത ദർശിക്കാനും അതിൽ നിന്ന് ആനന്ദവും കിട്ടുമെന്ന് പറയും. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, കർമ്മണ ജായതേ ഭക്തി. കർമ്മത്തിലൂടെ ജായതേ അധികരിക്കുന്നു എന്ത്? ഭക്തി. അല്ലെങ്കിൽ ഉണ്ടാകുന്നു ഭക്തി. കർമ്മത്തിലൂടെയാണ് ഭക്തി ഉണ്ടാകുന്നത്. കർമ്മണ ജായതേ ഭക്തി, ഭക്തിയാ ജ്ഞാനം പ്രജായതേ. അങ്ങനെ ഭക്തിയിലൂടെ ജ്ഞാനം പ്രജായതേ, പ്രകർഷേണ ജായതേ, നന്നായി ഉണ്ടാകുന്നു. കർമ്മണ ജായതേ ഭക്തി, ഭക്തിയാ ജ്ഞാനം പ്രജായതേ. തുടർന്ന് പറയുന്നു, ജ്ഞാനാത് പ്രജായതേ മുക്തി. ഈ ജ്ഞാനത്തിൽ നിന്ന് മുക്തി, വിടുതൽ, മോക്ഷം സംഭവിക്കുന്നു. ഇത് ശാസ്ത്രാർത്ഥ സംഗ്രഹം. ഇതാണ് ശാസ്ത്രം സംഗ്രഹിച്ച് അവതരിപ്പിച്ചിട്ടുള്ളത്. ഏത് ശാസ്ത്രം? കർമ്മശാസ്ത്രം. അതുകൊണ്ട് ശങ്കരാചാര്യർ പറയുന്നു, ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയെ. അതതിന്റെ ആരംഭമാണ്. അതുകൊണ്ട് മഹർഷി പറയുന്നു എന്ത്? ഈശ്വരാർപ്പിതം ന ഇച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം. ഭഗവാൻ എന്ത് പറഞ്ഞു? യജ്ഞാർത്ഥാത് കർമ്മണഃ. യജ്ഞഭാവത്തോടുകൂടി കർമ്മം ചെയ്യൂ. ഭഗവത്ഗീതയിൽ വളരെ 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 പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് അടുത്തത് പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട, കർമ്മയോഗത്തിന്റെ കേന്ദ്രമായിട്ട് നമ്മയൊക്കെ നിർമ്മിച്ചത് തന്നെ ഈ യജ്ഞം കൊണ്ടാണ് എന്ന് ഭഗവാൻ പറയാം. സഹയജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം ഏഷവോത്തിഷ്ഠ കാമധുക. സഹയജ്ഞാഃ പ്രജാ സൃഷ്ട്വാ പുരാ ഉവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം ഏഷഃ വഹ അസ്തു ഇഷ്ടകാമധുക്. ഏഷവോസ്തിഷ്ഠ കാമധുക്. പുര, പുര എന്ന് പറഞ്ഞാൽ പണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ. എന്നാണോ ഈ സൃഷ്ടി ആവിർഭവിച്ചത്, അതിനെയാണ് പുര എന്ന് പറയുന്നത്. അപ്പൊ സൃഷ്ടിയുടെ ആരംഭത്തില് പ്രജാപതി, പ്രജാപതി എന്ന് പറഞ്ഞാൽ പ്രജാനാം പതി, പ്രജാപതി. ആരാ പ്രജാപതി? പ്രജകളുടെ പതി. ഉപനിഷത്തില് പ്രജാപതിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഉപനിഷത്തില് പ്രജാപതി എന്ന് പറഞ്ഞാല് സംവത്സരം പ്രജാപതിയാണ്, മാസം പ്രജാപതിയാണ്, ദിവസം പ്രജാപതിയാണ്, ഋതുക്കൾ പ്രജാപതിയാണ്. ഇതം സർവം പ്രജാപതി, അവസാനം എല്ലാം പ്രജാപതിയാണ്. പ്രജാപതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളല്ല. ഇവിടെ പ്രജാപതി എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ്. ആരാണ് സൃഷ്ടി നടത്തിയത്? ആരിൽ നിന്ന് സൃഷ്ടി ഭവിച്ചു? അത് പ്രജാപതി. ആ പ്രജാപതി എങ്ങനെയാണ് അത്ര സൃഷ്ടിച്ചത്?
നമ്മുടെയൊക്കെ തലയിലെഴുത്ത് എന്ന് നമ്മൾ പറയാറില്ലേ? ഓ, എന്റെ തലയിലെഴുത്താണ് സ്വാമി, അല്ലാതെ ഇപ്പൊ എന്താ പറയുക? പറയുന്നത് കേൾക്കുമ്പോൾ വിചാരിക്കും നമ്മൾ ഈ വിവാഹ ദിവസമൊക്കെ അതിന്റെ തലേന്നൊക്കെ പോയിട്ട് ഓരോ പാത്രമൊക്കെ കൊടുക്കില്ലേ, അവർക്ക് പ്രസന്റ് കൊടുക്കുമല്ലോ. അപ്പൊ അതിൽ നമ്മുടെ പേരെഴുതും. അങ്ങനെ ഒരു സാധനമുണ്ട്, മിഷ്യൻ എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ നമ്മളിങ്ങനെ എഴുതി വിട്ടിരിക്കുകയെന്ന് വിചാരിക്കും, തലയിലെഴുത്ത് എന്ന് പറയുമ്പോൾ. നമ്മുടെ ഇവിടെ എഴുതി വിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അതൊരു ഗംഭീര എഴുത്താണ്. എങ്ങനെയാണ് പറയുന്നു? പ്രജാപതി പുരാ സഹയജ്ഞാഹ പ്രജാഹ സൃഷ്ടുവ. അപ്പൊ പ്രജാപതി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ കാര്യകാരണ രൂപത്തിൽ ഇതിനെ സംവിധാനം ചെയ്ത സംവിധായകൻ എന്നറിയാം. ആ തത്വത്തെയാണ് പ്രജാപതി എന്നറിയേണ്ടത്. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും അതിലേതെങ്കിലുമൊക്കെ കറങ്ങുന്നുവെങ്കിൽ ആ കറക്കത്തിന് നിദാനമായി നിലകൊള്ളുന്ന ശക്തിവിശേഷത്തെ പ്രജാപതി എന്ന് വിളിക്കാം. അതെവിടെയെങ്കിലും ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങളുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല. ഉപനിഷത്തിൽ വരുന്നുണ്ട് അതൊക്കെ വിസ്തരിച്ചിട്ട്. ഏതായാലും പ്രപഞ്ചത്തിന്റെ കാര്യകാരണ രൂപത്തിലുള്ള സംവിധാനക്രമം പ്രജാപതി എന്നറിയാം. ആ പ്രജാപതി പ്രജാഹ സൃഷ്ടുവ, പ്രജകളെ സൃഷ്ടിച്ച് ഉവാച പറഞ്ഞു, അവരോട് പറഞ്ഞു, നമ്മളോട് പറഞ്ഞു. സൃഷ്ടിച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അനേന. അനേന എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട്. ഏതുകൊണ്ട്? യജ്ഞം കൊണ്ട്. യജ്ഞം കൊണ്ടാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. യജ്ഞം എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായ സേവനമാണ്. പ്രപഞ്ചത്തില് ഒരുപാട് ഘടകങ്ങൾ കൂടിച്ചേരുന്ന പ്രക്രിയക്കാണ് യജ്ഞം എന്ന് പറയാം. യജ്ഞത്തെ വിസ്തരിക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ മനസ്സിലാക്കുക. യജ്ഞം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നത് യജ്ഞത്തിൽ നിന്നാണ്. അതൊക്കെ ഇവിടെ പറയാൻ ഈ അധ്യായത്തിൽ തന്നെ വിഷയമാണ്. നിസ്വാർത്ഥമായ സേവനം, യജ്ഞം. അപ്പൊ യജ്ഞം കൊണ്ട് അനേന പ്രസവിഷ്യധ്വം. പ്രസവിഷ്യധ്വം എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധിപ്പെടുവിൻ. ആര്? നിങ്ങളും. എന്നിട്ട് പറയുന്നു യേശഃ, ഇത്. ഏത്? ഈ യജ്ഞം. വഹ, നിങ്ങൾക്ക്. ഇഷ്ടകാമധുഗ് അസ്തു. ഇഷ്ടകാമധുഗ്, ഇഷ്ടരൂപമായ സുഖത്തെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തരുന്നതായി ഭവിക്കട്ടെ. അപ്പം പ്രജാപതി നമ്മളോട് ഒരു കാര്യം മാത്രമാണ് നിർദ്ദേശിച്ചത്. എന്താ നിർദ്ദേശിച്ചത്? യജ്ഞം കൊണ്ട് ജീവിക്കൂ എന്ന്. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടത്. അയ്യോ സ്വാമി, ഞങ്ങളിത് കേട്ടിട്ടില്ലല്ലോ. ആർക്കും പറയാൻ പറ്റില്ല. നമ്മളിത് കേട്ടു എന്നതാണ് നമ്മുടെ കുഴപ്പം. നിങ്ങളിത് കേട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ. നിങ്ങൾ കേട്ടതിന്റെ വെളിച്ചത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇരിക്കാൻ വരേണ്ട ആവശ്യമില്ല. അപ്പൊ സ്വാമി, ഇത് കേൾക്കാത്തവരാണോ പുറത്തിരിക്കുന്നത്? അത് വേറെ. അതുകൊണ്ട് അവർ പുറത്തിരിക്കണം. ഇവിടെ കേട്ടത് അങ്ങനെ കേട്ടതുകൊണ്ട് അവിടെ ഇരിക്കണം. അപ്പൊ എന്താ ഇതിന്റെ ഗുട്ടൻസ്? എന്താ പ്രജാപതി പറഞ്ഞത് നമ്മളോട്? നമ്മളെ ഇതിനെ ഒരാചാര്യം പറയുന്നത് ശവപ്പെട്ടിക്ക് വെക്കുന്ന ആണി പോലെയാണ്. അത് വളരെ സുന്ദരമായിട്ടുള്ളതാണ്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നല്ലൊരു ഒരു ചിത്രപ്പണിയൊക്കെ ഉണ്ട്. എന്നാലോ അതൊരാണിയാണ്, അടിച്ചു കയറ്റലാണെന്ന് പറയാം. അതിമനോഹരമായിട്ട് നമ്മളെ അടിച്ചു കയറ്റിയിരിക്കുക. ഇത് യജ്ഞഭാവം കൊണ്ട്. ഈ യജ്ഞം നമ്മുടെ ഉള്ളില് പുറത്തുള്ള ഈ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് യുദ്ധത്തിന് കാരണമാണ്. ഈ ലോകത്ത് കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഉപനിഷത്തിൽ പറയും, കർമാണി കുറുവൻ ഏവ ജിജീവിഷേത് ശതം സമാഹ. കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ 100 വർഷം ജീവിക്കാൻ തീരുമാനിക്കണം. അങ്ങനെ വേണം മുന്നോട്ട് പോവാൻ എന്ന് പറയാം. അതിനെ ഭഗവാൻ ഇവിടെ പറയുന്നു, യജ്ഞാർത്ഥാത്. യജ്ഞഭാവത്തോടുകൂടി കർമ്മം ചെയ്യുന്നുവെങ്കിൽ ആ കർമ്മങ്ങളൊന്നും തന്നെ നമ്മെ ലവലേശം ബന്ധിക്കുന്നതല്ല. ഏതായാലും ഈ ലോകത്ത് നാം ഒരു ചുറ്റുപാടിൽ നമ്മൾ എത്തിച്ചേർന്നു. എങ്ങനെ ഉത്സവമാക്കാം നമ്മുടെ ജീവിതത്തെ, നമുക്ക് വന്നു ചേർന്നിട്ടുള്ള കർമ്മങ്ങളെ?
നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതിനെ യഥേഷ്ടം ഉപയോഗിച്ചോളൂ, ഒന്നിനും ഒരു മടിയും വേണ്ട. പക്ഷെ ഒപ്പം ഉടമസ്ഥനാവാതിരിക്കുക. എല്ലാ മുദ്രപത്രത്തിലും നിങ്ങളുടെ പേരുണ്ടാവട്ടെ, നിങ്ങളുടേത് തന്നെ എന്ന്. ഒരിക്കലും ഒരാൾ മുദ്രപത്രം എഴുതി വെച്ചു എന്നാ, മക്കൾക്കെല്ലാം തെക്കേ പറമ്പ്, വടക്കേ പറമ്പ്, കിഴക്കേ പറമ്പൊക്കെ ആയിട്ട് ഭാഗിച്ചിട്ട് അതിന്റെ അവസാനം ഒരു ക്ലോസ് വെച്ചു. ഇവരുടെയൊക്കെ കാലശേഷം എന്നിൽ വന്നു ചേരും അത്. അതുപോലെ അപ്പൊ ഞാൻ ശാശ്വതനാണെന്ന് പറഞ്ഞു. അതിൽ വലിയൊരു വേദാന്തമുണ്ട് എന്ന് പറയാം. അപ്പൊ ഞാൻ നിത്യനാണ്. ആ നിത്യമായതിൽ ശ്രദ്ധയെ ഊന്നിക്കൊണ്ട് കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ ഭഗവാൻ പറഞ്ഞു. മുക്തസംഘ സമാചര. കർമ്മഫലത്തിൽ ചിന്തയില്ലാതെ മുക്തസംഘനായിട്ട് മുമുക്ഷുവായിട്ട് ചരിച്ചാലും. തുടർന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലെ വളരെ ശ്രദ്ധേയമായ ഒരു ശ്ലോകത്തെ അവതരിപ്പിച്ചു. സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമതുഗ്. പ്രജാപതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി, പ്രപഞ്ചത്തിന്റെ കാര്യകാരണ രൂപത്തിലുള്ള ആ സംവിധാന ക്രമത്തെയാണ് പ്രജാപതി എന്ന് മനസ്സിലാക്കേണ്ടത്. പ്രജാനാം പതി. ഇപ്പൊ ഒരു വീട്ടിലെ ഗൃഹനാഥൻ, നായകൻ പ്രജാപതിയാണ്. ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പ്രജാപതിയാണ്. ഒരു കമ്പനിയുടെ ഡയറക്ടർ പ്രജാപതിയാണ്. കാരണം അദ്ദേഹത്തെ ആശ്രയിച്ചിട്ടാണ് മറ്റു പ്രജകൾ നിലകൊള്ളുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ മുഴുവൻ പ്രപഞ്ചത്തിനും പതിയായി ഒരാളുണ്ട്, അദ്ദേഹത്തെ പ്രജാപതി എന്ന് പറയും. ഈ വിശ്വം മുഴുവൻ രചിച്ച വിശ്വരചയിതാവ് അതും പ്രജാപതിയാണ്. ഉപനിഷത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മാസോ വൈ പ്രജാപതി, സംവത്സരോ വൈ പ്രജാപതി, നിമിഷോ വൈ പ്രജാപതി, എല്ലാം പ്രജാപതിയാണ്. അപ്പൊ പ്രജാപതി ഈ യജ്ഞഭാവത്തോടുകൂടിയാണ് നമ്മെ സൃഷ്ടിച്ചത്. ഗംഭീരമാണ്. നാം എന്ന സൃഷ്ടിയിൽ തന്നെ യജ്ഞമുണ്ട്. അതൊക്കെ ഒന്ന് എന്താ ധ്യാനിച്ച് ഉറപ്പ് വരണമെങ്കിൽ കുറച്ച് സയൻസും കൂടെ പഠിച്ചാൽ നല്ലതാ. ഞാൻ ഈ രൂപത്തിൽ നിലകൊള്ളാൻ, എന്നെ ഇങ്ങനെ ആക്കി തീർത്തതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? നമ്മുടെ ഉള്ളിലില്ലാത്തതായിട്ടുള്ള യാതൊന്നും തന്നെ ഇല്ല, അല്ലേ? ലോഹങ്ങൾ പോലും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇരുമ്പിന്റെ കുറവാണെന്നൊക്കെ പറയാറിടയ്ക്ക്. ഒരു കുട്ടിക്ക് ഇരുമ്പിന്റെ കുറവാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് തുരുമ്പ് നേന്ത്രപ്പഴത്തിന്റെ ഉള്ളിൽ വെച്ച് കൊടുത്തു എന്നാണ്. ഇരുമ്പ് ശരിയാവട്ടെ. അപ്പൊ ഇരുമ്പും ചെമ്പും ഇങ്ങനെ ഒരുപാട് മിനറൽസ്, എന്തൊക്കെയാ നമ്മൾ കഴിക്കുന്നത് എത്ര സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാ പലതും, അല്ലെ? എന്നാൽ നമ്മുടെ എല്ല് നോക്കൂ, നമ്മുടെ തലമുടി നോക്കൂ. നമ്മൾ തലമുടി കഴിച്ചിട്ടാണോ തലമുടി ഉണ്ടായത്? അല്ല. ഏതെങ്കിലും ഭക്ഷണത്തിൽ തലമുടി ഉണ്ടെങ്കിൽ നമ്മൾ അത് കഴിക്കുമോ? ഒരിക്കലും ഇല്ല. തലമുടി വളരാൻ തലമുടി കഴിക്കുന്നത് നല്ലതാണ്? അല്ല. അപ്പൊ തലയിലെ മുടി രൂപപ്പെടാൻ നഖം രൂപപ്പെട്ടത്, എല്ല് രൂപപ്പെട്ടത്, മജ്ജ രൂപപ്പെട്ടത്, ഈ പറഞ്ഞ ഈ രക്തം രൂപപ്പെട്ടതൊക്കെ എവിടെ നിന്നാണ്? എങ്ങനെയാണ് ഇതൊക്കെ രൂപം കൊണ്ടത്? എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും നശിക്കാത്തതായിട്ടുള്ള, നാശമുള്ളതാണ് എന്നാലും നശിക്കാത്തതായിട്ടുള്ള, അല്ലെ? പല തെളിവുകളും കിട്ടുന്ന, എത്രയോ 2500-3000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ജീവിയുടേതാണ് ഈ ഫോസിൽ എന്ന് കണ്ടെത്തി നമ്മൾ അതിൽ ഗവേഷണം നടത്തുന്ന സമയത്ത്, അല്ലേ? ഒരു എല്ലിന്റെ, നമ്മുടെ ശരീരത്തിലെ ഒരു എല്ല്, ഒന്നും വേണ്ട, ആധുനിക ശാസ്ത്രത്തില് നിങ്ങൾ പല കണ്ടെത്തലും കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. ഒരു നഖം, ഒരു മുറിച്ചിട്ട നഖത്തിൽ നിന്ന് അതിനെ ഗവേഷണത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ എന്നറിയാൻ പറ്റും. അതിന് എത്ര പ്രായമുണ്ടെന്നറിയാൻ പറ്റും. ഇത്രയും വികസിച്ചിരിക്കുന്നു ശാസ്ത്രം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം വികസിക്കും തോറും നമുക്കിത് വളരെ നന്നായി മനസ്സിലായിക്കൊണ്ടിരിക്കണം. അതാണ് ഈ അടുത്ത കാലത്ത് ഒരു ഈ നാഷണൽ ജിയോഗ്രഫിക്
ചാനലില് നാഷണൽ ജിയോഗ്രഫിക് മാഗസിനില് അന്റാർട്ടിക്കയാണെന്ന് തോന്നുന്നുണ്ട്, അന്റാർട്ടിക്ക പോലുള്ള ഒരു സ്ഥലത്ത് ഏതോ ഒരു വലിയ ഏക്കർ കണക്കിന്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ സ്ഥലത്തിന്റെ പേര് സ്വാമിക്ക് ഓർമ്മ വരുന്നില്ല, ഏക്കർ കണക്കിന് സ്ഥലം, അതായത് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാച്യൂസ്. അവിടുത്തെ ആകെ ജനസംഖ്യ 100-200 എന്തോ ഉള്ളൂ, ഒരു സ്ഥലത്ത് പ്രത്യേക ഐലൻഡിലാണ്. പക്ഷെ ആയിരക്കണക്കിന് സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. ആരാ നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും വലിയ ഒരു ഇതൊന്നുമില്ല. അതിൽ ഏറ്റവും വലിയ വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രനിൽ പോയി നോക്കിയാൽ കാണാൻ പാകത്തിനാണ് അത്രേ. ഒന്ന്. അപ്പൊ ചന്ദ്രനിൽ പോയി നോക്കിയാൽ കാണാൻ പാകത്തിന് എന്ന് പറയുമ്പം ഇപ്പൊ ചന്ദ്രനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം നമുക്കുണ്ട്. നാം ചന്ദ്രനിൽ പോയി ഗവേഷണം നടത്തിയതിന്റെ വെളിച്ചത്തിലാണ് നാം എന്ത് മനസ്സിലാക്കുന്നത്? ചന്ദ്രനിൽ നോക്കിയാൽ ഇത് കാണാം എന്നുള്ളത്. പിന്നെ അതുപോലെ ഒരു സ്ഥലം, ഒരു എയർപോർട്ടിന് സദൃശമായിട്ട്, എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എയർപോർട്ട് പോലെ തന്നെ ഒരു സ്ഥലം. ആ സ്ഥലം കണ്ടിട്ട് നമ്മൾ ഇന്ന് അതായത് ലോകത്തിലെ മഹാത്ഭുതങ്ങൾ പലതുമുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, സൈറ്റിലൊക്കെ പോയിട്ട് നോക്കുക. എന്താ ലോകത്തിലെ മഹാത്ഭുതങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ പല അത്ഭുതങ്ങളും വരും. ഈ പല അത്ഭുതങ്ങളെയും നാം ഇന്ന് വിലയിരുത്തുന്നത് നാം കണ്ടെത്തിയ പല കണ്ടെത്തലുകളിന്റെ വെളിച്ചത്തിലാണ്. അതായത് 2500 വർഷങ്ങൾക്ക് പിറകിലേക്ക് പോയി ഇന്നത്തെ നാം പോയി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്ന് എയർപോർട്ട് നമുക്കറിയാം. എന്തുകൊണ്ട്? വിമാനം കണ്ടെത്തി അതിൽ നാം യാത്ര ചെയ്യാൻ തുടങ്ങി. എയർപോർട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി, ഓ ഇതൊരു എയർപോർട്ടായിരിക്കാം. വളരെ എയർപോർട്ട് ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. പറഞ്ഞു വന്നത്, ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ, പൂർണ്ണമായി മനസ്സിലാവണമെങ്കിൽ നാം ഇനിയും വികസിക്കേണ്ടിയിരിക്കുന്നു. ഭഗവത്ഗീതയൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ശാസ്ത്രത്തിലെ പുതിയ പുതിയ കണ്ടെത്തലുകൾ. അതുകൊണ്ട് ഭക്തന്മാർ ഈ വഴിയിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ആ ഡയമെൻഷനെ മാറിപ്പോവും. ഈശ്വരൻ, ഭക്തി എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അതാകെ മാറി മറഞ്ഞു പോകും. ഇന്ന് നാം മനസ്സിലാക്കിയതൊന്നുമല്ല കാര്യം. അപ്പൊ യജ്ഞത്തോടുകൂടി എന്നെ ഇവിടെ പ്രജകളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പം എന്റെ കാരണത്തെ ഞാൻ അന്വേഷിക്കുന്ന സമയത്ത്, കാര്യമായ ഞാൻ എന്റെ കാരണത്തിലേക്ക് പോകുമ്പോൾ പിതാവിൽ രൂപപ്പെട്ട രേതസ്, ആ രേതസ് രൂപം കൊള്ളാൻ രേതസ്സിനെ പാകമാക്കിയത് എന്തൊക്കെയാണ്? ഈ വിശ്വത്തിലെ എന്തൊക്കെ ചേർന്നിട്ടാണ് രേതസ് രൂപം പൂണ്ടത്? ആ രേതസ് യോനിയിലൂടെ ഗർഭപാത്രത്തിലേക്ക് പോയതും അവിടെ അത് സംരക്ഷിക്കപ്പെട്ടതും എത്രയോ വർഷങ്ങൾ അത് നിലകൊണ്ടത്, എത്രയോ മാസങ്ങൾ നിലകൊണ്ടതും, ലോകത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള സൃഷ്ടിയാണ് അത്ര മനുഷ്യൻ. സങ്കീർണമായിട്ടുള്ള സൃഷ്ടി. വേറെ ഏതും ജനിച്ചാൽ ഉടനെ തന്നെ അത് ഭക്ഷണമൊക്കെ കഴിക്കും. ഒരുവിധം എല്ലാ മൃഗങ്ങളും ഉടനെ അമ്മയുടെ പാൽ അത് കുടിക്കും, അല്ലേ? ഈ ഡിസ്കവറി നാഷണൽ ഈ ആനിമൽ പ്ലാനറ്റ് ഒക്കെ കണ്ടു നോക്കും, അതിൽ കാണാം. ആനിമൽ പ്ലാനറ്റിന്റെ പരസ്യം തന്നെ ഒരു മാൻ പ്രസവിക്കുന്നതാ. ആ കുട്ടി പകുതിയേ ഉള്ളൂ തല പുറത്ത്, പകുതി തലയായിട്ട്, എന്നിട്ടുണ്ട് അത് ഇങ്ങനെ നോക്കണം, ആരോ വിളിച്ചതുപോലെ. നമ്മുടെ കുട്ടികളൊക്കെ നോക്കുവോ? കണ്ണ് തുറക്കണമെങ്കിൽ എത്ര സമയമെടുക്കും, അല്ലേ? അത് പുറത്ത് വീണു 2 കാലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇതായി, അപ്പോഴേക്കും തള്ള അതിനെ നക്കി അത് നിവർന്നു. പിന്നെ അകട്ടിൽ പോയിട്ട് മുല പിടിക്കല്, മണിക്കൂറുകളെ കൊണ്ട് അത് ഓടാൻ തുടങ്ങി. ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്കും അതിനും ആയി കുട്ടികൾ, അല്ലേ? നമ്മുടെ ഇതിന്റെ ഒന്ന് കഴുത്തുറക്കണമെങ്കിൽ എത്ര സമയമെടുക്കും, അല്ലേ? ജനിച്ച ഉടനെ തന്നെ കുട്ടിയെ എടുത്തിട്ട് വാവോ എന്ന് പറഞ്ഞ് കുലിക്കാലോ. കഴുത്ത് വേറെ, ഉടല് വേറെ. അത് തുണി കൂട്ടി അയ്യോ ആരെടുത്തും കൊടുക്കില്ല. നമുക്ക് ചെറിയ കുട്ടികളെ എടുക്കാൻ പറ്റില്ല, പേടിയാണ്. കാരണം ഒന്നാമത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊന്ന് കമഴ്ന്നു കിടക്കണമെങ്കിൽ, ഒന്ന് കണ്ണു മിഴിച്ച് നോക്കണമെങ്കിൽ, ഒന്ന് മുട്ടിട്ടെഴയണമെങ്കിൽ, അല്ലേ? ഒന്ന് നിവർന്ന് നിൽക്കണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ, തന്നെപ്പോലെ ഒരു പ്രജയെ ഉത്പാദിപ്പിക്കണമെങ്കിൽ ആ ശേഷി കൈവരിക്കാൻ അവൻ എത്ര വർഷമെടുക്കുന്നു? ലോകത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള സൃഷ്ടിയാണ് അത്ര മനുഷ്യൻ. സങ്കീർണമായിട്ടുള്ള സൃഷ്ടി. വേറെ ഏതും ജനിച്ചാൽ ഉടനെ തന്നെ അത് ഭക്ഷണമൊക്കെ കഴിക്കും. ഒരുവിധം എല്ലാ മൃഗങ്ങളും ഉടനെ അമ്മയുടെ പാൽ അത് കുടിക്കും, അല്ലേ?
ഈ ഡിസ്കവറി നാഷണൽ ഈ ആനിമൽ പ്ലാനറ്റ് ഒക്കെ കണ്ടു നോക്കൂ, അതിൽ കാണാം. ആനിമൽ പ്ലാനറ്റിന്റെ പരസ്യം തന്നെ ഒരു മാൻ പ്രസവിക്കുന്നതാ. ആ കുട്ടി പകുതിയേ ഉള്ളൂ തല പുറത്ത്, പകുതി തലയിട്ട്, എന്നിട്ടുണ്ട് അത് ഇങ്ങനെ നോക്കണം, ആരോ വിളിച്ചതുപോലെ. നമ്മുടെ കുട്ടികളൊക്കെ നോക്കുവോ? കണ്ണ് തുറക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? അത് പുറത്ത് വീണു, രണ്ട് കാലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇതായി, അപ്പോഴേക്കും തള്ള അതിനെ നാക്കി അത് നിവർന്നു. പിന്നെ അകട്ടിൽ പോയിട്ട് മല പിടിക്കല്, മണിക്കൂറുകളെ കൊണ്ട് അത് ഓടാൻ തുടങ്ങി. ഒരു 3 മാസമൊക്കെ ആവുമ്പോഴേക്കും അതിനും ആയി കുട്ടികൾ. അല്ലേ? നമ്മുടെ ഇതിന്റെ ഒന്ന് കഴുത്തുറക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? അല്ലേ? ജനിച്ച ഉടനെ തന്നെ കുട്ടിയെ എടുത്തിട്ട് വാവോ എന്ന് പറഞ്ഞ് കുലിക്കാലോ. കഴുത്ത് വേറെ, ഉടല് വേറെ. അത് തുണി കൂട്ടി അയ്യോ ആരെടുത്തും കൊടുക്കില്ല. നമുക്ക് ചെറിയ കുട്ടികളെ എടുക്കാൻ പറ്റില്ല, പേടിയാണ്. കാരണം ഒന്നാമത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊന്ന് കമഴ്ന്നു കിടക്കണമെങ്കിൽ, ഒന്ന് കണ്ണു മിഴിച്ച് നോക്കണമെങ്കിൽ, ഒന്ന് മുട്ടിട്ടെഴയണമെങ്കിൽ, അല്ലേ, ഒന്ന് നിവർന്ന് നിൽക്കണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ, തന്നെ പോലെ ഒരു പ്രജയെ ഉത്പാദിപ്പിക്കണമെങ്കിൽ ആ ശേഷി കൈവരിക്കാൻ അവൻ എത്ര വർഷമെടുക്കുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും സങ്കീർണമാണ്, വളരെ പ്രധാനപ്പെട്ടവനുമാണ് ഇവൻ. ഇവനെ പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നതേ അങ്ങനെയാണ്, മറ്റൊരു സൃഷ്ടിയിലുമില്ല ഇങ്ങനെ. അതുകൊണ്ട് ഈ വിശ്വം മുഴുവൻ അവനെ ഉറ്റുനോക്കുകയാണ്, ഈ വിശ്വം മുഴുവൻ അവനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവനറിയില്ല. അപ്പം അനേക നക്ഷത്രങ്ങൾ, ചന്ദ്രന്റെ സാത്വികമായ അംശം കൊണ്ടാണ് ഇവന്റെ മനസ്സിനെ തന്നെ ഉണ്ടാക്കിയത്. സൂര്യന്റെ അംശം കൊണ്ടാണ് ഇവന്റെ ബുദ്ധിയെ ഉണ്ടാക്കിയത്. അവന്റെ ഉള്ളിൽ സമുദ്രമുണ്ട്, അവന്റെ ഉള്ളിൽ അഗ്നിയുണ്ട്, അവനിൽ ഭൂമിയുണ്ട്, അവനിൽ ആകാശമുണ്ട്. ഇങ്ങനെ അനേകം ചേരുവകളെ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച നാം യജ്ഞഭാവത്തോടുകൂടി ഉണ്ടായത്. ഈ യജ്ഞത്തോടുകൂടിയാണ് പ്രജാപതി നമ്മളെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആവിർഭാവത്തെക്കുറിച്ചൊന്ന് ഭാവന ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് വെറുതെ മസിലും പിടിച്ച് മീശയും ചുരുട്ടിയിട്ട് ആരടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം നമ്മുടെ കയ്യൂക്കാണ്. അങ്ങനെയല്ല. ഒരു വറ്റ് ധാരാളമാണ്. അത് അന്നനാളത്തിലേക്ക് പോകുന്നതിന് പകരം ശ്വസനനാളത്തിലേക്ക് പോയാൽ മതി, കഴിഞ്ഞു കഥ. ഒടുക്കത്തെ കഴിക്കലായിരിക്കും, ഇല്ലേ? ആരാണ് ഇത്ര ഭംഗിയായി രൂപപ്പെടുത്തിയത്? അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കാൻ, അല്ലേ? അത് പോകാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് നമുക്ക് തരിപ്പിൽ പോവാന്നൊക്കെ പറയും, എന്നൊക്കെ പറഞ്ഞു വെള്ളം കുടിക്കും. എന്നാലും അതിനെ നമ്മൾ അംഗീകരിക്കാതെ പറയും, എന്നെക്കുറിച്ച് ആരോ കുറ്റം പറയുന്നുണ്ടെന്നാ തോന്നുന്നത്, അതുകൊണ്ടാണ് കഴിക്കുന്നത്. ഇവന്റെ ഈ വാരി വിഴുങ്ങുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പ്രകൃതി തന്നെ അങ്ങനെ പലതും. ഇനി അഥവാ കണ്ടിട്ടുണ്ടോ ചിലപ്പം അഥവാ കഴിക്കുന്ന, ചിലപ്പോൾ ഈ കുട്ടിക്കാലത്തൊക്കെ സ്വാമിയുടെ അനുഭവം പറയാം, കുട്ടിക്കാലത്തൊക്കെ കളിക്കാനുള്ള ഓടലുകൊണ്ട് കഴിച്ചു എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കുന്ന സമയത്ത് അത് പോയി ശ്വാസനാളത്തിൽ എതിരെയാണെന്നറിയില്ല, തുമ്മുന്ന സമയത്ത് മൂക്കിലൂടെയൊക്കെ വറ്റുവരും. എന്തൊരു ഭംഗിയായ സംവിധാനമാണ്. നമ്മൾ സങ്കല്പിച്ചിട്ടാണോ അത് മൂക്കിലൂടെ വന്നത്? എന്തൊരു യജ്ഞമാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. കുടിക്കുന്ന വെള്ളം ശുദ്ധീകരിക്കുന്നത്, സമമായി എല്ലായിടത്തും രക്തം പ്രവഹിക്കുന്നത് ഡോക്ടറുടെ നിയമം കൊണ്ടാണോ? അയ്യോ, അല്ലേ അല്ല. നമ്മളങ്ങനെ പലപ്പോഴും നമ്മൾ ഈ കുട്ടിയെ ഇങ്ങോട്ടേക്ക് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തലകീഴായി പിടിച്ച് 2 അടി കൊടുക്കുന്നതുകൊണ്ടാ ജീവൻ വന്നതെന്ന വിചാരം. ഒന്നുമല്ല. എന്നാ പിന്നെ ബാക്കി ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിയിലെ എല്ലാവരെയും നോക്കാനൊരാൾ വേണ്ടേ? അദൃശ്യമായ ആ കരങ്ങളുണ്ട് എല്ലാറ്റിനെയും നോക്കാൻ. അപ്പൊ യജ്ഞഭാവത്തോടുകൂടി നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് ആ യജ്ഞഭാവത്തിൽ നിന്ന്, ആ യജ്ഞം കൊണ്ട്, ഏതൊന്നുകൊണ്ടാണോ നമ്മെ സൃഷ്ടിച്ചത്, ഭഗവാൻ പറയുന്നു, അനേന, ആ യജ്ഞം കൊണ്ട് പ്രസവിഷ്യധ്വം, നിങ്ങൾ അഭിവൃദ്ധിപ്പെടുവീൻ. നമുക്കുണ്ടായിരിക്കേണ്ടത് അതാണ്. അപ്പൊ ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ പരസ്പരം സഹകരണം എന്നാണ്, കൂട്ടായ്മ എന്നാണ്. അപ്പൊ ഈ കൂട്ടായ്മയിലൂടെ ആണ് നമ്മെ സൃഷ്ടിച്ചത് തന്നെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തുണ്ട്? നമ്മുടെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട്, സംഘർഷങ്ങളുണ്ട്. ഈ യജ്ഞഭാവം കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ബസ്സിൽ കയറിയിരിക്കുക.
ബസ്സിൽ കയറി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബസ്സിൽ നിറയെ നല്ല തിരക്കാ, നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്, നിറയെ തിരക്ക്. പക്ഷെ നമ്മൾ നേരത്തെ കയറി ഇരിക്കുകയാണ്. ആ സമയത്താണ് ഒരു അമ്മയും കുട്ടിയും വന്നിട്ട് ഇങ്ങനെ നമ്മുടെ മുന്നിൽ. അപ്പൊ നമ്മൾ ഒന്നുകിൽ ഉറങ്ങും, ഇല്ലേ? കാരണം എനിക്കിത് കാണാൻ വയ്യ. എന്തുകൊണ്ട്? എന്നെ യജ്ഞം കൊണ്ട് സൃഷ്ടിച്ചതുകൊണ്ട്. എന്റെ ഉള്ളിൽ നിന്ന് ആരും എന്നോട് പറയാ എഴുന്നേക്കടാ എഴുന്നേക്കടാ. പക്ഷെ അങ്ങനെ ഇപ്പൊ എഴുന്നേക്കണ്ട എന്ന മട്ടില്. പിന്നെ അവസാനം ആരും എഴുന്നേൽപ്പിക്കും അങ്ങോട്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കുറച്ച് എഴുന്നേൽക്കാൻ പറ്റുന്നവരാണെങ്കിൽ എഴുന്നേറ്റിട്ട് ഇരുന്നോളൂ എന്ന് പറയും, അല്ലേ? ഇങ്ങനെ ഈ ഒരു സഹകരണം ആരും പറയേണ്ട ആവശ്യമില്ല. ഒരു സ്കൂളിൽ പോവാത്തവനും അറിയാം. അതിപ്പം പുരുഷന്മാരാണെങ്കിലും പുരുഷന്മാരുണ്ട്. ഈ കുട്ടികളെ എടുത്ത് നിൽക്കുന്ന സമയത്ത് മറ്റവർ വേഗം എഴുന്നേറ്റ് കൊടുക്കും. പിന്നെ ഇതൊരു തന്ത്രമായി എടുത്തിട്ടുള്ളവരുമുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നറിയ, ഈ കുട്ടിയെ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് കൊടുക്കും, ആ സീറ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ യജ്ഞം കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമുക്ക് അതിനെ അതിവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മറ്റൊരാളെ സഹായിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് അനീതിയാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? യജ്ഞത്തോടുകൂടി നമ്മെ സൃഷ്ടിച്ചത് കൊണ്ടാണ്. ഇപ്പൊ ധർമാധർമ്മം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മെ സൃഷ്ടിച്ചതേ ധർമ്മം കൊണ്ടാണ്. ഈ പരസ്പര ഭാവന കൊണ്ട് എന്ന് പറയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാറ്റിലുണ്ട്. കുട്ടിക്കാലത്തെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, നാം ശ്വസിക്കുന്ന വായു എന്താണ്, അതാരാണ് തരുന്നത്, നാം പുറത്തുവിടുന്നത് ആരാണ് സ്വീകരിക്കുന്നത്, അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് അവരെടുക്കുന്നു, നമുക്ക് ഓക്സിജനെ തരുന്നു. ഇങ്ങനെ ഏത് പ്രകാരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു പാരസ്പര്യം. ഈ പാരസ്പര്യമാണ് ഇവിടെ നമ്മെ നിലനിർത്തുന്നത് എല്ലാറ്റിലും. അതുകൊണ്ട് തെക്തേന ഭുഞ്ചിതാഹ എന്ന് ഉപനിഷത്ത് പറഞ്ഞത്, ത്യജിച്ചുകൊണ്ട് ഭുജിക്കാൻ. ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. അല്ലാതെ എല്ലാറ്റിനെയും സ്വന്തമാക്കി തനിക്ക് എന്ന് പറയുമ്പോ ഒരിക്കലും അവനും അനുഭവിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഏതുകൊണ്ട്? അനേന, ഈ യജ്ഞഭാവം കൊണ്ട്. അതുകൊണ്ട് ആ യജ്ഞശാലയിൽ പോലും ആളുകൾക്ക് ഇങ്ങനെ വിഷമം ഉണ്ടാവുന്നത്. യജ്ഞശാലയിൽ എന്താ പറയുന്നത്? താഴെ ഇരിക്കുന്നവർ പറയുന്നു, സ്വാമിജി സ്വാമിക്ക് എഴുത്തുകൾ വരുന്നുണ്ട്, വീണ്ടും ഫോണുകൾ അറ്റൻഡ് ചെയ്യുന്നു ആളുകൾ, ഫോണിൽ അങ്ങനെ സംസാരിക്കുന്നു. എന്താ സ്വാമിജി ചെയ്യുക, അല്ലേ? ചിലരിങ്ങനെ ക്ലാസ് കവറ് വെച്ചിട്ട് പോകുന്നു. സീറ്റ് ബുക്കിങ് കവറ് വെച്ചിട്ട്, പിന്നെ അവരെ കാണുന്നില്ല, ഞങ്ങൾ നോക്കുമ്പോൾ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ. ഇനിയിപ്പം നമ്മൾ തന്നെ, നിങ്ങൾ ഈ യജ്ഞഭാവം കൊണ്ടാണോ ഈ ശ്ലോകം മനസ്സിലാവാൻ നിങ്ങൾ നാളെ വരുമ്പോ നിങ്ങളുടെ ബാഗ് തൊട്ടടുത്ത് വെക്കാം. ഒരാൾ വന്നിട്ട് ഇരിക്കാൻ ചോദിക്കുന്ന സമയത്ത് ഒന്നും പറയാതെ അങ്ങനെ ഒന്നും അറിയാത്ത പോലെ നിൽക്കാം. എന്നിട്ട് ആളുകൾ ഇങ്ങനെ കസേര കിട്ടാതെ ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടാവുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ ശ്ലോകം മനസ്സിലാവും. സംഘർഷമൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ സ്വാമി തോറ്റു ഇതില്ല, അല്ലെങ്കിൽ വ്യാസര് തന്നെ തോറ്റു. എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. ആലോചിച്ചു നോക്കുക. അത് നമുക്ക് എന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാവുന്നുവോ? പിന്നെ നമ്മൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിൽ പലതിനെയും നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. നമ്മളങ്ങനെ സ്റ്റഡിയാവും. എന്നിട്ട് പറയും, അങ്ങനെയൊന്നും നോക്കിയപ്പോ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ നേരത്തെ വരട്ടെ, ഇതിപ്പോ എന്തിനാ നമ്മൾ പിടിച്ചു വെച്ചില്ല, ഇങ്ങനെ ഇത് നമുക്ക് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. നമുക്ക് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇത് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണം. ഇതാണ് യുദ്ധം. നേരെ മറിച്ച് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന സമയത്തോ സന്തോഷം. ഈ യജ്ഞം കൊണ്ട് അഭിവൃദ്ധിപ്പെടുവീൻ എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുക. പങ്കുവെക്കലിലൂടെ നിങ്ങൾ സന്തോഷത്തെ കൈവരിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുവിൻ. പങ്കുവെക്കലാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം ഈ വിശ്വം മുഴുവൻ ഭഗവാൻ തുറന്നു വെച്ചിരിക്കുക. രഹസ്യമായിട്ട് ഇതിൽ യാതൊന്നുമില്ല.
എല്ലാം പരസ്യമാണ്. അന്വേഷിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഇവിടെ എല്ലാം. ഏത് എന്താ പറയാ, പെട്രോളിയം ആണെങ്കിലും ഏതാണെങ്കിലും എല്ലാം തുറന്നു വെച്ചിട്ടുണ്ട്. നമ്മൾ അന്വേഷിച്ചാൽ മതി, എല്ലാം കിട്ടും. പക്ഷെ ഓർക്കുക, പങ്കുവയ്ക്കുക. സോളാർ തന്നെ ഏറ്റവും വലിയ എനർജി അല്ലേ? അതങ്ങനെ തന്നിരിക്കുക, ആര് വേണമെങ്കിലും എടുത്തോളൂ. ആർക്ക് വേണമെങ്കിൽ ആരുടെ വീട്ടിന്റെ മുകളിൽ വേണമെങ്കിൽ കൊണ്ടുവച്ച് അതിനെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ഓരോ നിയമങ്ങളൊക്കെ ചമയ്ക്കും. അങ്ങനെ ആർക്കും സൂര്യപ്രകാശം എടുക്കാൻ പാടില്ല, അതിന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പെർമിഷൻ വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. വെള്ളം വേണ്ടത്ര തന്നിട്ടുണ്ട്, നമ്മളതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരൊറ്റ ശ്ലോകം മതി നമ്മുടെ കാവേരി പ്രശ്നമൊക്കെ നമുക്കിവിടെ എന്താ പറയാ സോൾവ് ചെയ്യാൻ പറ്റും. യജ്ഞഭാവത്തോട് കൂടിയിട്ടാണ്. ഇതൊന്നുമില്ല നമ്മുടേതാണെന്ന് അവരും നമ്മുടേതാണെന്ന് നമ്മളും, ഇല്ലേ? അതുകൊണ്ടാണ് ഒരിക്കലും ഒരു നേതാവിന് അങ്ങനെ പറയേണ്ടി വന്നത്, അവരവരുടേതെന്നും നാം നമ്മുടേതെന്നും വിശ്വസിക്കുന്ന ഭൂമി എന്ന്. അതൊരു വലിയ വേദാന്തമാണ് അത്. ഇത് തന്നെയാ ദുര്യോധനും ഇവരും പറഞ്ഞത്, കൗരവന്മാരും പാണ്ഡവന്മാരും. അവരവരുടേതെന്ന് പറഞ്ഞു, ഇവരിവരുടേതെന്നും പറയുന്നു. ഭൂമി ആരുടെയാണ് വാസ്തവത്തിൽ? അപ്പൊ യജ്ഞഭാവം കൊണ്ട് അഭിവൃദ്ധിപ്പെടുകയും അത് ചെറിയ കുട്ടിയായിരിക്കുന്ന മുതൽ നമ്മൾ നോക്കണം. ആ യജ്ഞമുണ്ടോന്ന്. യജ്ഞമുണ്ട്, എന്നാൽ അത് വേറെ വഴിയിൽ പോകുന്നതും കാണാം. ചെറിയൊരു പെൻസില് കിട്ടിക്കഴിഞ്ഞാൽ 2 പെൻസിലുണ്ടെങ്കിൽ 1 പെൻസിൽ കൊടുക്കില്ല. ചിലത് കൊടുക്കുന്നത് യജ്ഞം അധികരിച്ച് കാണുന്നത്. ഓർക്കുക, എന്നെ ഞാനാക്കി ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്നതിന് അനേക ഘടകങ്ങൾ നിരന്തരം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിലയ്ക്ക് ഞാനും എന്റെ നിലനിൽപ്പ് എത്ര കാലം ഇവിടെ ഉണ്ടോ, ഞാനും മറ്റുള്ളവർക്ക് സൂര്യനെ പോലെ എന്ന് പറയാം. ഈ ദേവതകളെയൊക്കെ ആവാഹിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം അതാണ്. സൂര്യനോട് ബുദ്ധിസ്ഥാനീയനായി എന്റെ ഉള്ളിൽ വന്നിരിക്കാൻ പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത് അങ്ങയെപ്പോലെ ഞാനും നിലകൊള്ളാം എന്നാണ്. അങ്ങ് ഏത് പ്രകാരത്തിൽ ലോകത്തിന് മുഴുവൻ പ്രകാശമരുളുന്നുവോ അതുപോലെ ഞാനും എന്റെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായിരിക്കും. അതുകൊണ്ട് എന്നിൽ അങ്ങുണ്ട്, അതുകൊണ്ട് ഞാനും എന്നാൽ കഴിയുന്നത്. ഇതാണ് യജ്ഞഭാവം. യജ്ഞഭാവം കൊണ്ട് നാം അഭിവൃദ്ധിപ്പെടണം എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. എല്ലാ കാര്യത്തിലും ഈ ഒരു ഈ സഹായ ഹസ്തങ്ങളെ നോക്കിക്കാണാൻ നമ്മൾ പഠിക്കുക എന്ന് പറയാം. എല്ലാവരിലും ഉണ്ട് യജ്ഞം, കള്ളന്മാരിൽ പോലും ഉണ്ട് യജ്ഞം, ഇല്ലേ? അവിടെ ഉണ്ട് ഒരു കൂട്ടായ്മ എന്നൊക്കെ പറയും. ഒരിക്കലും ഒരു വീട്ടിൽ രാത്രി കള്ളൻ കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഭാര്യ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, നമ്മുടെ ജനല് ഒരാൾ തുറക്കുന്നുണ്ട് എന്നാ തോന്നുന്നത്, കള്ളനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഭർത്താവ് പറഞ്ഞു, ശബ്ദം ഉണ്ടാക്കാതിരിക്കും, മിണ്ടാതിരിക്കും, കാരണം അവനത് തുറക്കട്ടെ. പെയിന്റർമാര് പെയിന്റ് ചെയ്ത് അടച്ചു വെച്ചിട്ട് ഞാൻ എത്ര ശ്രമം നടത്തിയിട്ടും തുറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതൊന്ന് തുറക്കട്ടെ, എന്നിട്ട് വിളിക്കാം നമുക്ക് എന്ന് പറയും. അതൊരു യജ്ഞമാണ്, അവനിലൂടെ സാധിച്ചെടുക്കാവുന്നത്. അവൻ അവൻ്റെതായിട്ടുള്ള പങ്കുണ്ട്. നമ്മളെ ചിലപ്പോ അതിനു വേണ്ടി അവൻ വന്നതായിരിക്കും, ജനല് തുറന്നു തരാൻ. നോക്കുക, സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമധുഗ്. ഇഷ്ടത്തെ തരുന്ന കാമധേനുവായി ഭവിക്കട്ടെ ഈ യജ്ഞ ഭാവന. തുടർന്ന് ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥാ. ദേവാൻ ഭാവയതാൻ അനേന തേ ദേവാഃ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥാ. അനേന, വീണ്ടും പറയുന്നു, അനേന എന്ന് പറഞ്ഞാൽ യജ്ഞേന, യജ്ഞം കൊണ്ട്, ഇതുകൊണ്ട്. അനേന എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട്. ഏതുകൊണ്ട്? യജ്ഞം കൊണ്ട്. ഈ യജ്ഞഭാവം കൊണ്ട് ദേവാൻ, ദേവന്മാരെ,
ഭാവയത, നിങ്ങൾ ഭാവന ചെയ്യുവിൻ, സന്തോഷിപ്പിക്കുവിൻ. ഈ ഭാവം കൊണ്ട് നാം ദേവന്മാരെ സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. ആരാണ് ദേവന്മാര്? ദേവൻ എന്ന് പറഞ്ഞാല് ദ്യോതന സ്വരൂപം ഉള്ളവൻ, പ്രകാശിക്കുന്നവൻ എന്നാണ് ദേവൻ. അപ്പൊ ദേവൻ എന്ന് പറയുമ്പം ഈ അധ്യായത്തില് ഈ ദേവശബ്ദം നന്നായി മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഉപനിഷത്തിൽ ദേവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നാണ്. ഇന്ദ്രിയങ്ങൾ. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ നാഥൻ, ദേവന്റെ മുഴുവൻ നാഥൻ ദേവേന്ദ്രൻ. അപ്പൊ ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മനസ്സാണ്. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും മുകളിൽ മാസ്റ്ററാണ്, കോർഡിനേറ്ററാണ് ആര്? മനസ്സ്. മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തന യോഗ്യമാകും. മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പിറകിൽ വേണം. കാഴ്ചയ്ക്ക് പിറകിൽ മനസ്സുണ്ടെങ്കിലേ കാഴ്ച പൂർണ്ണമുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കും, ആരാന്നൊന്നും മനസ്സിലാവില്ല. കാരണം മനസ്സ് വേറെ എവിടെയാണ്. ആ ആള് നമ്മുടെ അവിടെ കൈയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ മനസ്സ് വേറെ എവിടെയാണ്. ചിലപ്പോ ഇവിടെ അങ്ങനെ സംഭവിക്കും. അപ്പൊ അനുഭവമാവുമല്ലോ അല്ലേ? ഇന്ദ്രിയങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ദേവാഹ, ദേവന്മാരെ ഭാവയത, നിങ്ങൾ സന്തോഷിപ്പിക്കുകയും. ഒന്ന് ഇന്ദ്രിയങ്ങൾ. ഇനി ഈ ഇന്ദ്രിയങ്ങൾ രൂപപ്പെട്ടത് മറ്റു പല ദേവന്മാരിൽ നിന്നാണ്. അതുകൊണ്ട് ഓരോ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാന ദേവതകളുണ്ട്. ഇതൊക്കെ സ്വാമി അധിഷ്ഠാന ദേവതയെക്കുറിച്ചൊക്കെ പറയാൻ പോയാൽ ഇതിനെ ആ വഴിയിൽ കുറെ സഞ്ചരിക്കേണ്ടി വരും. സഞ്ചരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തത്വബോധം, ആത്മബോധം, വിവേക ചൂടാമണി ഇങ്ങനെയുള്ള പ്രകരണ ഗ്രന്ഥങ്ങളിൽ ശങ്കരാചാര്യസ്വാമികൾ അതിനെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഓരോരോ ദേവതകൾ, കണ്ണിന്റെ ദേവൻ, മൂക്കിന്റെ ദേവൻ, നാസികയുടെ ദേവൻ, മൂക്കിന്റെ ദേവൻ, പിന്നെ രസത്തിന്റെ ദേവൻ, കൈയുടെ ദേവൻ, കാലിന്റെ ദേവൻ, അങ്ങനെ കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാന ദേവതകൾ. അപ്പൊ ഇതൊക്കെ ദേവൻ. ഇപ്പൊ വരുണൻ എന്ന് പറഞ്ഞാൽ ദേവനാണ്, ജലം. അതുപോലെ അഗ്നി ദേവനാണ്, ഭൂമി ദേവനാണ്, അല്ലെങ്കിൽ ദേവിയാണ്. ഇതൊക്കെ ദേവന്മാരാണ്. അപ്പൊ ദേവന്മാരെ നിങ്ങൾ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ടത് എന്തോ ഒരു ഇഷ്ടിക എവിടെയോ നിരത്തിയുള്ള ഏർപ്പാട് അല്ല. അത് വേറെ, അതിനെക്കുറിച്ച് സ്വാമി പറയാൻ പോകുന്നുണ്ട്. നമുക്ക് പ്രത്യക്ഷനായ ദേവന്മാരാരൊക്കെയാണ്? ഈ പഞ്ചമഹാഭൂതങ്ങൾ, അഗ്നി, ആകാശം, വായു, ജലം, ഭൂമി, ഇതൊക്കെ ദേവന്മാര്. അതിനെ നാം എന്തു വേണം? സന്തോഷിപ്പിക്കണം. സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുക? ഒരാളെ സന്തോഷിപ്പിക്കാൻ എന്താ വേണ്ടത്? ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഏതു നേരം അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന അവർക്ക് സന്തോഷമാകുമോ? ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? ഇങ്ങനെ അല്ല, എന്തെങ്കിലും വേണോ? നിങ്ങൾക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ഒരാളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, എന്തെങ്കിലും വേണോ? എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കരുതേ. എന്നിട്ട് എപ്പോഴും ചായ ഉണ്ടാക്കി കൊടുക്കുക. എപ്പോഴും ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ അവരോട് ചോദിക്കുക. വേഗം വെറുക്കാൻ എത്രയും പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് അവര് അകന്നു പോകും അല്ലേ? അപ്പൊ അവരെ നിരന്തരം പോയി ശല്യം ചെയ്യുന്നതല്ല സന്തോഷിപ്പിക്കല്. അവരായി നിൽക്കാൻ അനുവദിക്കില്ല. നമുക്ക് പ്രത്യക്ഷനായ ദേവന്മാരാരൊക്കെയാണ്? ഈ പഞ്ചമഹാഭൂതങ്ങള്, അഗ്നി, ആകാശം, വായു, ജലം, ഭൂമി, ഇതൊക്കെ ദേവന്മാര്. അതിനെ നാം എന്തു വേണം? സന്തോഷിപ്പിക്കണം. സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുക? ഒരാളെ സന്തോഷിപ്പിക്കാൻ എന്താ വേണ്ടത്? ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഏതു നേരം അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന അവർക്ക് സന്തോഷമാകുമോ? ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? ഇങ്ങനെ അല്ല, എന്തെങ്കിലും വേണോ? നിങ്ങൾക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ഒരാളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, എന്തെങ്കിലും വേണോ? എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കരുതേ. എന്നിട്ട് എപ്പോഴും ചായ ഉണ്ടാക്കി കൊടുക്കുക. എപ്പോഴും ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ അവരോട് ചോദിക്കുക. വേഗം വെറുക്കാൻ എത്രയും പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് അവര് അകന്നു പോകും അല്ലേ? അപ്പൊ അവരെ നിരന്തരം പോയി ശല്യം ചെയ്യുന്നതല്ല സന്തോഷിപ്പിക്കല്. അവരായി നിൽക്കാൻ അനുവദിക്കില്ല.
നമ്മൾ ഈ ദേവന്മാരെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തലല്ല. ആദ്യം പ്രകൃതിയാണ് ഈശ്വരൻ, ദേവൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ദേവന്മാരാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഈ പീടികകളിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും പത്രത്തിൽ കടലാസിലാണ് പൊതിഞ്ഞു തരുന്നത്, അല്ലേ? എല്ലാം. പിന്നെയോ പീടികയിൽ പോകാനായിട്ടൊരു സഞ്ചിയുണ്ട്. ആ സഞ്ചി മിക്കപ്പോഴും വല്ല പഴയ ആരുടെയെങ്കിലുമൊക്കെ പാന്റ് മുറിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുന്നി കൂട്ടിയിട്ട് എടുക്കുന്നതാണ്. അതെ, അങ്ങനെ ഒരിക്കൽ മാറിപ്പോയിട്ടുണ്ട്. റേഷൻ ഷോപ്പിലെ പഞ്ചസാരയ്ക്ക് ഇതിങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് വീട്ടിലുള്ള വേറൊരാളുടെ ഒരു ഡ്രോയറായിരുന്നു. അതേ തുണി കൊണ്ടാണ് ഇത് അടിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നതില്ല. ഇന്ന് അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. ഇന്ന് നമ്മൾ ആരെങ്കിലും കടയിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സഞ്ചിയൊക്കെ ആയിട്ട് പോകുന്നുണ്ടോ? ഇല്ല. എത്ര പ്ലാസ്റ്റിക് കവറാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പണ്ടുള്ളവർക്ക് ഈ അറിവില്ലാഞ്ഞിട്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കുറേയും കൂടെ പ്രകൃതിയുമായിട്ട് സഹകരിച്ചവരായിരുന്നു. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് എത്രയാ വേസ്റ്റ് ഈ കവർ കെട്ടിയിട്ട് നമ്മൾ ഈ റോഡിന്റെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടുന്ന എന്തൊരു മണാണില്ലേ അത്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ കാറിൽ, അതൊരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ കാർ ഒന്ന് പതുക്കെ പോകുന്നത് കാണാം. എന്നിട്ട് ഗ്ലാസ് ഇങ്ങനെ താഴ്ന്നത് കാണാം, അതിൽ നിന്ന് ഇങ്ങനെ ടക്കാന്ന് പറഞ്ഞ് പിന്നെ ഗ്ലാസ് പൊങ്ങും, അതങ്ങനെ അങ്ങോട്ട് പോകും ചില പ്രത്യേക ഏരിയകളിലൊക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ സംഗതികളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും വേണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കിയെടുക്കാം. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ദേവന്മാരെ പൂജിക്കല് ഇത് തന്നെയാണ്. പ്രകൃതിയെ, ഓരോരോ ദേവനെ ഞാൻ സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. എങ്ങനെ? ഈ ഭാവന കൊണ്ട്. അതിന് വിരുദ്ധമായിട്ടുള്ളൊന്നും ചെയ്യാൻ പാടില്ല. എന്നാലോ തേ ദേവാഹ, ആ ദേവന്മാർ, എങ്ങനെയുള്ള ദേവന്മാർ? നമ്മുടെ പൂജ ഏറ്റ് സന്തോഷമായ ആ ദേവന്മാർ നമുക്ക് വഹ, നിങ്ങളെ ഭാവയന്തു, സന്തോഷിപ്പിക്കട്ടെ. നാം അവരെ സന്തോഷിപ്പിക്കുമ്പം അവര് നമ്മളെ സന്തോഷിപ്പിക്കും. അതെ, ഒരു നദി, ആ നദിയിൽ മണൽവാരലും മറ്റു കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ, അത് അങ്ങേയറ്റം ശുദ്ധമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഗുണം ചെയ്യും, അല്ലേ? ഒരു മണൽത്തരി രൂപപ്പെടുന്നതിന് എടുക്കുന്ന വർഷങ്ങൾ എത്ര വേണ്ടി വരും എന്നറിയോ? ഒരടി മണ്ണ് രൂപപ്പെടാൻ വേണ്ട വർഷം എത്രയാണെന്ന്? ഒരടി മണൽത്തട്ട. നമ്മുടെ സ്വാർത്ഥത കാരണം നമ്മൾ അങ്ങനെ അതിനെ എന്തൊക്കെ ചെയ്യുന്നു, അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഡൽഹിയിൽ നിന്ന് യമുനോത്രിയിലേക്കുള്ള ദൂരം ഒരു 600 കിലോമീറ്റർ ഉണ്ടാവും. യമുന തീരവിഹാരി ഭഗവാൻ, യമുനയുടെ തീരത്ത് തന്നെ വസിച്ച ആളാണ്. നദികളിൽ ഏറ്റവും കൂടുതൽ സമ്പർക്കം പുലർത്തിയത് ഭഗവാൻ യമുനയുമായിട്ടാണ്. ആ യമുനോത്രി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടല്ലോ, യമുന, എന്തൊരു സ്വച്ഛമായിട്ടുള്ള ജലമാണെന്നറിയാം യമുനോത്രിയിലൊക്കെ. ഒരു 600 കിലോമീറ്റർ നദി ഒഴുകി ഡൽഹിയിലെത്തിക്കഴിഞ്ഞാൽ ആ ഡൽഹിയിൽ യമുനയുടെ തീരത്ത് 10 മിനിറ്റ് ഇരുന്നാൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരും. ആ ബോധം കെട്ട് വീണു പോകും. നിങ്ങളെ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ നമ്മൾ എന്താ സന്തോഷിപ്പിക്കുന്നുണ്ടോ? വാസ്തവത്തിൽ ഒരു 600 കിലോമീറ്റർ ഒരു നദി ഒഴുകി വന്നാൽ ആ നദി മരണപ്പെടും. ഇത്രയും ദുർഗന്ധം വമിക്കുന്നതായി തീരും. ഇത് യമുനയുടെ കാര്യത്തിൽ മാത്രമല്ല, ഗംഗയുടെ കാര്യത്തിലും അളകനന്ദയുടെ കാര്യത്തിലും മന്ദാകിനിയുടെ കാര്യത്തിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. എന്നാൽ സ്വാമിക്ക് വലിയ വേദനയുള്ള ഒരു കാര്യം ഇതാണ്. അതുകൊണ്ട് നമ്മൾ ഹിമാലയത്തിലേക്ക് പോകുന്ന ആളുകളോട് പറയാറുണ്ട്, കഴിയുന്നു നിങ്ങൾ ഈ ഇങ്ങനെയുള്ളതൊന്നും ചെയ്യരുത്. അതിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുക. അപ്പൊ അതിനെ നമ്മൾ സന്തോഷിപ്പിച്ചാൽ അതിനെ നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റും. ഇപ്പൊ അതിനെ നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ല. യമുനയ്ക്ക് ഡൽഹിയിലുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? യമുനയെ നാം സന്തോഷിപ്പിക്കുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാ അഴുക്കുചാലും അതിലേക്ക് വിടുന്നു. യമുനയുടെ കാര്യം വിടൂ. നമ്മുടെ കേരളത്തിലെ ഭാരതപ്പുഴ ഇനി ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ വെറും പേര് മാത്രമാവും, അല്ലേ?
നാം അതിനെ സന്തോഷിപ്പിച്ചു പോവും. എന്തൊക്കെ പദ്ധതികളാണ് നമ്മൾ. ഒരു പാലം കെട്ടിയിട്ട് ആ പാലം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി താഴേക്ക് നോക്കിയിട്ട് ചോദിച്ചു പുഴയുടെയെന്ന്. അത് കേന്ദ്രത്തിനോട് അപേക്ഷിച്ചിട്ടുണ്ട്. നമ്മളിത് വലിയൊരു ഉത്തരവാദിത്തം. ഗീത പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ഈ യജ്ഞഭാവം കൊണ്ടാണ് നമ്മളെ നിർമ്മിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിലും ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മളെ നദികളെ, നമ്മുടെ കുളങ്ങളെ, നമ്മുടെ കിണറുകളെ, വീട്ടിൽ തന്നെ നമ്മൾ കിണറിന് എല്ലാം എന്താ പറയാ കോർപ്പറേഷൻ വാട്ടർ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ അതിന് ഇതാക്കി. അപ്പൊ ഇതിനെ നാം സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ തിരിച്ച് സന്തോഷിപ്പിക്കും. ഇങ്ങനെ പറയണു, പരസ്പരം ഭാവയന്ത, പരസ്പരം പാരയന്ത. ഇന്ന് പരസ്പരം പാര വെച്ചുകൊണ്ടാണ്, ഒരു ഭാവനയും ഇല്ല എന്ന് പറയാം. അങ്ങനെ പരസ്പരം ഭാവന ചെയ്ത് സന്തോഷിപ്പിക്കുന്നവരായിട്ട് പരം ശ്രേയ അവാപ്സ്യത, നിങ്ങൾ പരമശ്രേയസിനെ പ്രാപിക്കുന്നവരായി തീരും. അപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് കൈവച്ചാൽ ആ കൈ ഒരുപാട് പേർക്ക് ദോഷം ചെയ്യുന്നതാണ്. ഒരുപാട് പേർക്ക്. ഇത് എല്ലാവരും കൂട്ടായ്മയോടുകൂടി ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഒരു കൂട്ടായ്മയിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് ജീവികളോട് നമ്മൾ കാണിക്കുന്ന ക്രൂരത, ഇങ്ങനെ ഒരുപാട്. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ പ്രകൃതിയാണല്ലോ. പ്രകൃതി എന്ന് പറഞ്ഞാൽ വെറും നദിയും മലയും പുഴയൊന്നുമല്ല. ഇപ്പൊ ഉള്ള വയലൊക്കെ തൂർത്ത് ഇങ്ങനെ ബിൽഡിങ്ങുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? സമഗ്ര വികസനം എന്നാ പറയുന്നത്. കുറച്ച് വയലും കൂടെ ഉണ്ട് തൂർക്കാൻ. ഇനി സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ എന്താ, ഒരൊറ്റ നെൽപ്പാടം ഉണ്ടാവരുത്. ഇനി എല്ലാം റോഡും കാര്യങ്ങളും ഒക്കെ വന്ന് ക്ലീൻ ആവണം. എന്നിട്ട് ഇപ്പം നമ്മൾ ഓരോരോ ചെയ്തികൾ നല്ല രസമാണ്. ഇപ്പം നമുക്ക് ഈ മഴവെള്ളം നിർത്താനുള്ള ടാങ്കുകൾ ഇപ്പം നിർമ്മിക്കണം. മദ്രാസിൽ അത് നിർബന്ധമാക്കി ജയലളിത. നിർബന്ധമാക്കി. മദ്രാസിൽ ഓരോ സ്ഥലത്തും ഈ കിണർ ഉണ്ടായിരിക്കണം, നിർബന്ധം. അപ്പൊ ഒരു വെള്ളവും റോട്ടിലൂടെ ഒഴുകിയിട്ട്, മദ്രാസ് കടലിലാണല്ലോ, കടൽ തീരത്താണല്ലോ, അതുകൊണ്ട് കടലിലേക്ക് വെള്ളം പോകാൻ പാടില്ല. അതാത് ഭൂമികളിലേക്ക് താഴ്ത്തണം. വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവർ നിർബന്ധപൂർവം ഏർപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇനിയിപ്പം നമ്മൾ കേരളത്തിൽ നമ്മളും തുടങ്ങും. ഇപ്പൊ മഴ രൂപത്തിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ആ അനുഗ്രഹം ഏറ്റുവാങ്ങാനുള്ള ശേഷി പോലും ഇല്ലാത്തവരായി അധപ്പതിച്ചുകൊണ്ടിരിക്കുക നാം. പ്രകൃതിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാനുള്ളൊരു ശേഷിയുണ്ടല്ലോ, ആ ശേഷി, ആ ഒരു വിവേകം, അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. നമ്മളൊക്കെയാണ് ഇങ്ങനെയുള്ള പലതും ഈ മാർക്കറ്റിലൊക്കെ വരാൻ തന്നെ കാരണം. ഒരു തക്കാളി മേടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ തക്കാളിക്ക് ഒരു ഷേപ്പ് ഉണ്ടായിരിക്കണം, ആ തക്കാളിക്ക് ഒരു നിറം ഉണ്ടായിരിക്കണം. ഗുണം എന്നത് നമ്മളെ സംബന്ധിക്കുന്ന പ്രശ്നമേ അല്ല. അത് നമ്മുടെ ടേബിളിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല രസം ഉണ്ടായിരിക്കണം, ഇല്ലേ? മഞ്ഞളിന് മഞ്ഞ നിറം പോരാന്നാ പറയുന്നത്. ഗുണത്തിനേക്കാൾ ഉപരി അതിന് നിറം വേണം, അല്ലെ? മഞ്ഞപ്പൊടിക്ക് മഞ്ഞ നിറം കൃത്രിമമായിട്ട് ചേർക്കുന്നു. മുളക് പൊടിക്ക് കൃത്രിമമായി ചുവപ്പ് നിറം നൽകുന്നു. എന്തുകൊണ്ടാണ് അത് നൽകാൻ അവർ നിർബന്ധിതരായത്? നമുക്കത് ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ മാർക്കറ്റിൽ ഓരോന്നും, വാഴപ്പഴത്തിന് വലിപ്പം പോരാ, അതുകൊണ്ട് വാഴപ്പഴത്തിന്റെ ഇത് തന്നെ പൊട്ടിച്ചിട്ട് നേരിട്ടിട്ടാണ് കയറ്റി വെക്കുന്ന. പൊടപ്പൻ എന്ന് പറഞ്ഞ സാധനം പൊട്ടിച്ചിട്ട് നേരിട്ട് അത് കഴിച്ചാൽ യൂറിയ പോലെ ആവും നമ്മളും. അതെ. അപ്പൊ നമ്മളെങ്ങനെയാണ് അതിനെ സന്തോഷിപ്പിക്കുന്നത്? അതിനനുസരിച്ച് അത് നമ്മളെ സന്തോഷിപ്പിക്കും. വിപരീതമായിട്ടാണെങ്കിൽ വിപരീതമായിട്ട്. ഈ പരസ്പര ഭാവന കൊണ്ട് നാം അപ്പൊ നമുക്ക് ശ്രേയസ് കൈവരുന്നില്ല എങ്കിൽ നാം ഈ സന്തോഷിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള വിധത്തിലല്ല. സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ പൂജ, നമ്മുടെ ചെയ്തികൾ, നാം പ്രകൃതിയോട് കാണിക്കുന്ന നമ്മുടെ ചേഷ്ടകളെല്ലാം ഒന്ന് നാം വീണ്ടും ഒരു പുനർവായന ആവശ്യമാണ്. ഒന്നുകൂടെ
നാം വായിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാ ഞാൻ ഇതിനോടൊക്കെ എന്റെ സമീപനം എന്താണ് എന്ന്. എല്ലാറ്റിലും ഇന്ന് ഗവേഷണങ്ങൾ നടക്കുന്നത് പോലും അങ്ങനെയാണ്. 5 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ്, അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ്. പണ്ടുള്ളവരൊന്നും ഇങ്ങനത്തെ ഗവേഷണം നടത്തിയിട്ടില്ലായിരുന്നു. പണ്ടൊരു തെങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും തെങ്ങ് വെച്ച ആള് ആ തെങ്ങിലെ തേങ്ങ അനുഭവിക്കാൻ ഉണ്ടാവില്ല. കാരണം അയാൾക്കറിയാം ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് എന്റെ പൂർവന്മാർ വെച്ചതായിരുന്നു എന്ന്. പക്ഷെ ഇന്നുള്ളവൻ അങ്ങനെയല്ല, അവന് തന്നെ അതിന് എടുക്കണം. അതുകൊണ്ട് അവന്റെ ആ കാമനയാർന്ന മനസ്സ് അവനെ കൊണ്ട് ചിന്തിപ്പിച്ചു, അവനെ കൊണ്ട് അന്വേഷിപ്പിച്ചു എങ്ങനെ 5 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങുണ്ടാക്കാം. സ്വാമി കാർഷിക രംഗത്ത് നടക്കുന്ന ഗവേഷണങ്ങൾക്കൊന്നും എതിരെ എന്നല്ല പറയുന്നത്. അണ്ടിയില്ലാത്ത മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഗവേഷണം എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. കുരുവില്ലാത്ത മുന്തിരി നമ്മൾ സക്സസ് ആയി കഴിഞ്ഞു. കാരണം അതിങ്ങനെ ഫൂന്ന് തൂതാക്കണ്ടേ, ഒരു അസൗകര്യമാണ്. ഇപ്പൊ അത് വളരെ എളുപ്പമാണ്, വിഴുങ്ങിയിട്ടാണ്. ഏതായാലും ഈ യജ്ഞഭാവം കൊണ്ട് നാം സന്തോഷിക്കുകയും യജ്ഞം അറിഞ്ഞുകൊണ്ട് നാം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ തുടർന്ന് പറയണം. താൻ ഭോഗാൻ ഹി ഗോ ദേവാ ദാസ്യന്തെ യജ്ഞഭാവിതാഃ തൈർദത്താന പ്രദായൈഭ്യഃ യോ ഭുങ്ക്തേ തേന ഏവ സഃ. ഇതും ഈ ശ്ലോകവും ഗീതയിൽ വളരെ തത്വവിചാരത്തിന് വിധേയമാക്കേണ്ടുന്ന ഒരു ശ്ലോകമാണ്. 12-ാമത്തെ 3-ാം അധ്യായത്തിലെ ഈ ശ്ലോകം. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഃ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈഹി ദത്താൻ അപ്രദായേഭ്യഃ യോ ഭുങ്ക്തേ സ്തേന ഏവ സഃ. ഭഗവാൻ കള്ളൻ എന്ന് വിളിക്കുന്നു ഒരാളെ. ആരാണത്രേ കള്ളൻ? പറയുന്നു യജ്ഞഭാവിതാഃ. യജ്ഞഭാവിതാഃ യജ്ഞ സന്തുഷ്ടരായിട്ടുള്ള, യജ്ഞം കൊണ്ട് സന്തോഷവാന്മാരായിട്ടുള്ള ദേവാഹ ദേവന്മാർ. വഹ നിങ്ങൾക്ക് ഇഷ്ടാൻ ഭോഗാൻ ദാസ്യന്തേ ഇഷ്ടങ്ങളായിട്ടുള്ള സുഖാനുഭവങ്ങളെ തരും. ഇപ്പൊ നമ്മുടെ വീടിന് ചുറ്റും നാം നല്ല വൃക്ഷലതാദികളെ പരിപാലിക്കുന്നുവെങ്കിൽ അതിന് നമുക്ക് നല്ല ഓക്സിജനെ പ്രദാനം ചെയ്യാൻ സാധിക്കും. അതല്ല അത് മുഴുവൻ വെട്ടി നിരപ്പാക്കുകയാണെങ്കിൽ ചൂടും അതുപോലെ ഓക്സിജന്റെ കുറവും അവിടെ അനുഭവപ്പെടും. സൂക്ഷ്മരൂപത്തിൽ നമുക്ക് വായുവും വെള്ളവും, ഈ പ്രാണനും ഈ ദാഹജലവും ശുദ്ധമായി കഴിഞ്ഞാൽ തന്നെ രോഗങ്ങളൊക്കെ പമ്പ കടന്നു എന്നാ. അത് രണ്ടും ദുഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ദുഷിച്ചു. അപ്പൊ യജ്ഞഭാവന കൊണ്ട് ദേവന്മാര് നിങ്ങൾക്ക് ഇഷ്ടങ്ങളായിട്ടുള്ള ഭോഗങ്ങളെ തരുന്നു. ഒന്ന്, ദാസ്യന്തേ ദാനം ചെയ്യും. ദാസ്യന്തേ എന്നാ പറയുന്നത്, അത് ദാനമായിട്ട് കിട്ടുന്നതാ. ഹി എന്തെന്നാല് തൈഹി ദത്താൻ, തൈഹി അവരാൽ, ദത്താൻ നൽകപ്പെട്ടിട്ടുള്ള, ഏഭ്യഹ, ഏഭ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ ഏഭ്യനല്ല, ഏഭ്യഹ, ഏഭ്യഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കായിട്ട് ദേവന്മാരാൽ അപ്രദായ, അപ്രദായ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാതെ, യഹ ഭുങ്ക്തേ യാതൊരുവൻ അനുഭവിക്കുന്നു, സഹ സ്തേനയേവ അവൻ കള്ളനാണ്. അപ്പൊ കള്ളൻ എന്ന് പറഞ്ഞാൽ ആരാ? ദേവന്മാർ നമുക്ക് അനുഗ്രഹിച്ചോരോന്ന് തരുമ്പം അതിനെ മുഴുവൻ എടുത്തുകൊണ്ട് തിരിച്ചൊന്നും കൊടുക്കാത്ത ആളുകളെ കള്ളൻ എന്ന് ഗീത വിളിക്കുന്നു. അത് പണ്ടുള്ളവര്, അതുകൊണ്ടാണ് പണ്ടുള്ളവര് വൃക്ഷം നട്ടിരുന്നത്. അവർ പറഞ്ഞിരുന്നതും അതാ, ദശപുത്രോ സമ ഏക വൃക്ഷ, 10 പുത്രന് സമമാണ് ഒരു വൃക്ഷം എന്ന്. എന്തിനാ അവര് വൃക്ഷം നട്ടത്? കാരണം അവർക്കൊരു കടപ്പാടുണ്ടായിരുന്നു. അവരെത്രയോ ഈ പ്രാണനെ, ഓക്സിജനെ ഈ ഭൂമിയിൽ നിന്നെടുത്തു. എന്തുകൊണ്ടെന്നാൽ പൂർവികന്മാരത് വെച്ചതാണ്. അതുകൊണ്ട് ഞാനും വെക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കല് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാ. ഈ തിരിച്ചു കൊടുക്കലില്ലെങ്കിലോ അവൻ കള്ളൻ. ആ കള്ളൻ ഇവിടെ ജീവിക്കുന്നതിൽ എന്ത് കാര്യമുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ സ്വാമി, ഞങ്ങളപ്പോ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഞങ്ങളൊക്കെ കള്ളന്മാരാണോ?
കാരണം ഫ്ലാറ്റിൽ ഇതൊന്നും വെക്കാൻ പറ്റില്ല. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കൂ. പലരും ഉണ്ടല്ലോ, ഗവൺമെന്റിന്റെ എത്രയോ കുന്നുകളും. ഇതൊക്കെ ആയിരിക്കാം ചിലപ്പം ഈ പൂർവികന്മാരൊക്കെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് ഇത് വെക്കുന്നതേ, വൃക്ഷങ്ങൾ വെക്കുന്നത്. ശബരിമലയിലൊക്കെ പോയി തെങ്ങ് വയ്ക്കുന്നുണ്ടല്ലോ. അപ്പൊ പലയിടത്തും ഉണ്ട്. നമുക്ക് ഇവിടെ കേരളത്തിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എവിടെയെങ്കിലുമൊക്കെ പോയി വെക്കൂ എന്തെങ്കിലുമൊക്കെ. വല്ലവരുടെ പറമ്പിൽ ചോദിച്ചിട്ട് വേണം. ഇപ്പൊ നാളെ വല്ല പറമ്പിലും കയറിയിട്ട് സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നമാണ് വരുന്നത്. ചോദിച്ചിട്ട് അവര് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്ഥലം കണ്ടുവെച്ചതായിരിക്കാം, അവിടെയായിരിക്കും നമ്മൾ പോയി വെക്കുന്നത്. നമ്മുടെ വനവത്കരണം എന്ന് പറഞ്ഞാൽ വളരെ രസമാണ്. നമ്മൾ റോഡിന്റെ താഴെ എന്താ പറയാ വൃക്ഷത്തൈ നടും, നല്ല കുത്തനെ പോകുന്നത്. അത് ഏകദേശം ഒരു ഭാഗമാകുമ്പോൾ ഇലക്ട്രിസിറ്റി വന്നിട്ട് അതിനെ അങ്ങോട്ട് മുറിക്കും. കാരണം നേരെ മുകളിൽ ഇലക്ട്രിക് ലൈനായിരിക്കും. ഇവർ രണ്ടുപേർക്കും യാതൊരു പരസ്പര ബന്ധവും ഉണ്ടാവാറില്ല. ഈ വനം വകുപ്പും ഇലക്ട്രിസിറ്റി ബോർഡും എന്നും അടിയാണ്. അതെ, ശബരിമലയുടെ വികസനത്തിന്റെ ഒരു സമഗ്രമായ കാഴ്ചപ്പാടില്ലാത്ത, പ്രകൃതി എന്താണെന്ന് ശരിക്കും എല്ലാവരും അറിയണം. അങ്ങനെയുള്ളവരിലെ ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, കേരളത്തില് ഈ സ്വാമിയുടെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഇലക്ട്രിക് ലൈന് കാട്ടിലൂടെ താഴേക്കൂടെ പോയിട്ട് 4 കാട്ടാനകൾ ഒരുമിച്ച് ഷോക്കടിച്ച് മരിച്ചിരുന്നു. പത്രത്തിൽ അത് ഒരു വിശേഷ വാർത്തയായിരുന്നു. 4 കാട്ടാന. നമ്മുടെ എന്തൊരു സമ്പത്താണതില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? 4 കാട്ടാന. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ആയിരുന്നുവെങ്കിൽ ആരുമില്ല അതിന് ചോദിക്കാനും ഒന്നും. അത് താഴെ കൂടെ അങ്ങനെ പോയി കിടക്കുകയായിരുന്നു. അപ്പൊ കാട്ടിൽ കൂടെ ഇതൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതുപോലെ ഉള്ള കാട് മുഴുവൻ വീടാക്കിയിട്ട് ഇപ്പൊ കുരങ്ങന്മാർക്ക് താമസിക്കാൻ സ്ഥലമില്ല. എന്നിട്ട് കുരങ്ങന്മാരിപ്പോ നാട്ടിൽ വന്നു തുടങ്ങി. എന്നിട്ട് ഈ കുരങ്ങന്മാരുന്ന അതിനെന്തെങ്കിലും കൊടുക്കുക, അതുമില്ല. എന്നിട്ട് 2 കുരങ്ങന്മാരും തമ്മിൽ പട്ടിയാ. എന്നിട്ട് കലക്ടറാണ് പ്രശ്നം തീർക്കേണ്ടത്. വെടിവെക്കണോ വെടിവെക്കണ്ടേ? ശരി, ഈ ശ്ലോകത്തെ നമുക്ക് വേറൊരു വിധത്തിൽ കാണാം, ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഇവിടെ പറയുന്നത് യജ്ഞത്തിൽ നിന്ന് സന്തുഷ്ടരായ ദേവന്മാർ നമുക്ക് ഇഷ്ടങ്ങളായ ഫലത്തെ തരുന്നു. അങ്ങനെ ഇഷ്ടങ്ങളായ ഫലത്തെ തരുന്ന ദേവന്മാർക്ക് നാം തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. തിരിച്ചു കൊടുക്കാതെ അതിനെ അനുഭവിച്ച് ഈ ലോകം വിട്ടുപോകുന്നവൻ കള്ളനാണ് എന്ന് പറയും. ഇതാണ് ഉപനിഷത്തിന്റെ വെളിച്ചത്തിലൊന്ന് കാണേണ്ടത്. യജ്ഞത്തിൽ നിന്ന് സന്തുഷ്ടരായ ദേവന്മാർ നമുക്ക് ഇഷ്ടങ്ങളായ ഫലത്തെ തരുന്നു. അങ്ങനെ ഇഷ്ടങ്ങളായ ഫലത്തെ തരുന്ന ദേവന്മാർക്ക് നാം തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. തിരിച്ചു കൊടുക്കാതെ അതിനെ അനുഭവിച്ച് ഈ ലോകം വിട്ടുപോകുന്നവൻ കള്ളനാണ് എന്ന് പറയും. ഇതാണ് ഉപനിഷത്തിന്റെ വെളിച്ചത്തിലൊന്ന് കാണേണ്ടത്. അപ്പൊ ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങള് നമുക്ക് ലോകമെന്ന അനുഭവത്തെ തരുന്നു. പ്രപഞ്ചത്തെ അനുഭവിക്കാൻ നമ്മെ സജ്ജമാക്കുന്നു. കണ്ണ് കാണിച്ചു തരുന്നു, കാത് കേൾപ്പിച്ചു തരുന്നു, വൈവിധ്യമാർന്ന രസത്തെ അറിയിപ്പിച്ചു തരുന്നു. ഇങ്ങനെ ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികൾ, ആ അനുഭവങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന ദേവന്മാരിലൂടെ നാം അറിയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി ദേവന്മാർക്ക് നാം ഒരു തിരിച്ചു കൊടുക്കലുണ്ട്. അതെന്താണ്? അതായത് ഇന്ദ്രിയ വിഷയാനുഭവം തരുന്ന ദേവന്മാർക്ക് നാം ബ്രഹ്മാനുഭവം കൊടുക്കണം. അതിന്റെയൊക്കെ സ്രോതസ്സിലേക്ക് അതിനെ ഇറക്കി വിടണം. നമ്മളാണ് അതിനെ സമ്മതിക്കാതിരിക്കുന്നത്. അവനോട് എപ്പോഴും പുറത്തേക്ക് പോകുമെന്ന് പറയാം. അവനാണെങ്കിൽ ഒന്ന് അകത്തേക്ക് പോകണമെന്നുണ്ട്, പക്ഷെ നമ്മൾ വിടുന്നില്ല അവനെങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ അവനെ ഉറങ്ങാൻ വലിയ ഇഷ്ടം. ഈ പരിപാടിയൊക്കെ ഒന്ന് മതിയാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഒരുപാട് സമയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഊർജം ഉണ്ടാവുമോ ഇന്ദ്രിയങ്ങൾക്ക്? ഇല്ല. നമ്മുടെ ഊർജം മുഴുവൻ നഷ്ടപ്പെടുന്നു. ഊർജം മുഴുവൻ ഉണ്ടാവുന്നത് എവിടുന്ന? ഈ ഇന്ദ്രിയങ്ങൾ മുഴുവൻ അന്തർലീനമാവുന്ന സമയത്ത്.
സുഷുപ്തിയിലേക്ക് പോയി ഒരു 5 മണിക്കൂർ, അല്ലെ 5 മണിക്കൂറൊന്നും വേണ്ട, ഒരു 2 മണിക്കൂർ ഗാഢ സുഷുപ്തി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കർമ്മം ചെയ്യാനുള്ള ഊർജം ഉണ്ടാവും. അല്ലെങ്കിൽ ഉറക്കൊഴിഞ്ഞ് പണിയെടുക്കുന്ന ആൾക്ക് എന്ത് ഊർജം ഉണ്ടാവുക? അപ്പൊ ഈ ഇന്ദ്രിയങ്ങൾ എത്രയോ വർഷമായി നമുക്കിങ്ങനെ പ്രപഞ്ചാനുഭവത്തെ തന്നുകൊണ്ടിരിക്കുന്നു നിരന്തരം. ഈ പ്രപഞ്ചാനുഭവം അനുഭവിച്ച് ഒരിക്കലെങ്കിലും ബ്രഹ്മാനുഭവം വേണ്ടേ? ആ ബ്രഹ്മാനുഭവം നേടിക്കഴിഞ്ഞാലോ പിന്നെ നമ്മൾ കള്ളനല്ലാതെയാവും. അല്ലെങ്കിൽ കള്ളനാണ്. നമ്മൾ കള്ളനായിട്ട്, വേദാന്തത്തിന്റെ ദൃഷ്ടിയിൽ കള്ളനായിട്ട് ഇവിടെ ജീവിക്കുന്നു. ഉപനിഷത്തില് ആത്മഹന ജനാഹ എന്ന് പറയും. ആത്മഹത്യ ചെയ്തവർ. ആരാണ് ആത്മഹത്യ ചെയ്തവർ? ഉപനിഷത്തിന്റെ ഭാഷയിൽ വിഷം കഴിച്ചു മരിച്ചോ, കിണറിൽ ചാടി മരിച്ചോ, റെയിലിന് തലവെച്ച് മരിച്ചവനോ അല്ല. പിന്നെയോ ആത്മാന്വേഷണം നടത്താത്തവൻ, സ്വരൂപത്തെ അറിയാത്തവനാണോ ആത്മഹത്യ ചെയ്തവൻ. ആത്മഹന എന്ന് പറഞ്ഞ അതാണ്. അല്ലാതെ ആത്മാവിന് ഹത്യയില്ല. ആത്മാവിനെ കുറിച്ച് 2-ാം അധ്യായം പറഞ്ഞല്ലോ. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച്ച നിത്യ സർവഗതസ്ഥാണുഹു അചലോയം സനാതന. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഒന്ന് ഉൾവലിച്ച് നമ്മൾ എന്തു വേണം? ആ അനുഭവത്തെ അറിയണം. ഉപനിഷത്തിൽ ഒരു കഥയുണ്ട്. കേനോപനിഷത്തില് ഉപനിഷത്ത് മുഴുവൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടും, പല വിധത്തിൽ പറഞ്ഞു കൊടുത്തിട്ട്, ഗുരു പറഞ്ഞു കൊടുത്തിട്ടും ശിഷ്യന്മാർക്ക് മനസ്സിലാവുന്നില്ല. ചിലർക്കൊക്കെ മനസ്സിലായവരൊക്കെ എഴുന്നേറ്റ് പോയി. എന്നിട്ടും ഇരിക്കുന്നവരെ കണ്ടപ്പോ ഗുരു കഥ പറഞ്ഞു കൊടുത്തു. പണ്ട് ദേവന്മാരും അസുരന്മാരും യുദ്ധം ചെയ്തു. ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ ജയിച്ചു. ആ ദേവാസുര യുദ്ധത്തിലെ ദേവന്മാരുടെ ജയത്തെ ദേവന്മാർ ആഘോഷിക്കുകയായിരുന്നു. ആഘോഷിക്കുന്ന വേളയിൽ അവിടെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. രൂപം പ്രത്യക്ഷപ്പെട്ടപ്പം അവർക്ക് മനസ്സിലായില്ല ഏതാണ് ഈ രൂപം. അവര് പറഞ്ഞു, അഗ്നിയോട് പറഞ്ഞു പോയി നോക്കാൻ പറഞ്ഞു. അഗ്നി അവിടേക്ക് ചെന്നു. അഗ്നി അവിടെ ചെന്നിട്ട് ആരടാ നീ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആ രൂപം ഇങ്ങോട്ട് ചോദിച്ചു, ആരടാ നീ എന്ന്. അഗ്നിയോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇല്ലേ? കേനോപനിഷത്ത് വ്യാഖ്യാനിക്കുന്ന സമയത്ത് ചിന്മയാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. സ്വാമിജി ആ ടെക്സ്റ്റ് എടുക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധിയാണെന്ന് തോന്നുന്നുണ്ട്. അതെ, ഒരു സമയം സ്വാമിജി ഉദാഹരിക്കുന്നത് അതാണ്. ഒരു രാജീവ് ഗാന്ധിയോട് ഒരാള് ചോദിക്കുക നിങ്ങളെ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇന്ത്യൻ പ്രധാനമന്ത്രിയോട്. ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള പ്രധാനമന്ത്രിമാരെ പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. കാരണം അധികകാലം അവര് വേഗത്തിലൊക്കെ ആയതുകൊണ്ട്. അപ്പൊ ഇന്ദിരാഗാന്ധിയോട്, രാജീവ് ഗാന്ധി വിട്ടു, ഇന്ദിരാഗാന്ധിയോട് ചോദിക്കുക ഒരാള്, നിങ്ങൾ എവിടെയാ മനസ്സിലായില്ല ആരാ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇന്ത്യയിലൊരാള് ഇതുപോലെയാണ് അഗ്നിയോട് ഒരാൾ ചോദിക്കുന്നത്, ആരാ മനസ്സിലായില്ല എന്ന്. അഗ്നിക്ക് തന്നെ അത്ഭുതമായി. അഗ്നിർവാഹമസ്മി, അഗ്നി എന്ന പേരിൽ ഞാൻ വളരെ പ്രസിദ്ധനാണ്. മാത്രമല്ല ജാതവേദാഹമസ്മി, എനിക്ക് വേറൊരു പേരുണ്ട് ജാതവേദൻ എന്ന്. ഓഹോ, അപ്പൊ ചോദിച്ചു കിം വീര്യനിധി, നിനക്കെന്ത് വീര്യമുണ്ടോ എന്ന്. യത് പൃഥിവ്യാം സർവം ദഹേതി, ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനും ഞാൻ ദഹിപ്പിക്കും. ഏതദ്ദഹ എന്ന് പറഞ്ഞിട്ട് ഒരു തസ്മൈ തൃണം ഉപതതായ, അവനായിട്ട് ഒരു തൃണത്തെ, ഒരു പുല്ലിനെ ഇട്ട് കൊടുത്തു ഈ രൂപം. എന്നിട്ട് ഇതിനൊന്ന് ദഹിപ്പിച്ച് കാണിക്കാൻ പറഞ്ഞു. സർവജവേന, അവൻ എല്ലാ പ്രകാരത്തിലും അതിനെ ഒരു ശ്രമം നടത്തി. അതിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണ്. എന്നിട്ട് അവൻ അവിടുന്ന് പിന്മാറി. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു വായോ നീ പോവോ എന്ന്. അങ്ങനെ വായു അവിടെ ചെന്ന് ഇവനോട് ചോദിക്കുന്ന സമയത്ത് ആ രൂപം വായുവിനോട് ചോദിച്ചു, നീ ആരാണ്? അപ്പൊ അവൻ പറഞ്ഞു അഹം വായു അസ്മി, മാത്രമല്ല മാതരിശ്വാവാഹമസ്മി, എനിക്ക് മാതരിശ്വാവ് എന്നൊരു വേറൊരു പേരും കൂടെ ഉണ്ട്. നിനക്കെന്ത് വീര്യമുണ്ട്? ഞാൻ ഈ ഭൂമിയിലെ സുനാമി അന്ന് പറയാൻ പറ്റിയിട്ടില്ല ആൾക്ക്. അതൊക്കെ എന്റെ ഒരു ചെറിയൊരു ചെപ്പടി വിദ്യയാണ്. സൂപ്പർ സൈക്ലോണൊക്കെ ഞാൻ എടുക്കുന്ന ഒരു ചെറിയ നമ്പർ പറഞ്ഞു. ഭൂമിയിലുള്ള എല്ലാറ്റിനെയും ഞാൻ അടിച്ചു മറച്ചിടുന്നവർ അത്ര പറഞ്ഞു. അപ്പോ ഇട്ടുകൊടുത്തു, ഇതേ പുല്ലിനെ ഇട്ടുകൊടുത്തു, ഇതിനെ ഒന്ന് ഇളക്കാൻ പറഞ്ഞു. അവൻ എല്ലാ ഊർജത്തെയും എടുത്ത് അവനൊന്നും ചെയ്യാൻ പറ്റാതെ അവൻ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ 2 ദേവന്മാർ, അഗ്നിയും വായുവും പരാജയപ്പെട്ടു വരുമ്പം
എന്നാൽ പിന്നെ ഇന്ദ്രനോട് പറയും അങ്ങ് തന്നെ പോയി നോക്കിയാൽ. അങ്ങനെ ഇന്ദ്രൻ അവിടെ ചെന്നപ്പം ആ രൂപം തന്നെ ഇല്ല. പിന്നെ അവിടെ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഉമാം ഹൈമവതി, ഹിമവാന്റെ പുത്രിയായിട്ടുള്ള ഉമ അവനോട് പറഞ്ഞു, ബ്രഹ്മ അല്ല ഇന്ദ്ര, സാ ബ്രഹ്മേതി ഹോവാച, അവൾ പറഞ്ഞു അവനോട്, ഇന്ദ്ര അത് ബ്രഹ്മമാണ് എന്ന്. ആ ബ്രഹ്മത്തിന്റെ വിജയത്തിലാണ് നിങ്ങൾ മഹിമയുള്ളവരായത്. നീ ഇവിടെ വന്നത് തന്നെ അതിന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് ഉപനിഷത്ത് പറഞ്ഞിട്ട്, ഉപനിഷത്ത് പിന്നെ അതിനെ വിസ്തരിക്കുകയാണ്. വായുവിനും അഗ്നിക്കും അതിന്റെ അടുത്ത് ചെല്ലാൻ പറ്റി, അതുകൊണ്ട് അവർ പ്രസിദ്ധിയുള്ളവരായി തീർന്നു. ഇന്ദ്രൻ അതുമായി സംസാരിച്ചു, അതുകൊണ്ട് ഇന്ദ്രൻ ദേവന്മാരിൽ ശ്രേഷ്ഠനായി പരിഗണിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഇന്ദ്രിയങ്ങൾ ഏകദേശം അതിനെ മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നടത്തും. അത്രയൊക്കെ ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ പ്രചോദിപ്പിച്ച് അതിനെ സജ്ജമാക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് ബ്രഹ്മത്തിന്റെ അനുഗ്രഹത്താൽ ദേവന്മാർ ജയിച്ചു എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ ജയിച്ചു. ഒരു കഥാരൂപത്തിൽ അതിനെ അവതരിപ്പിച്ചിരിക്കുക വളരെ മനോഹരമായിട്ട്. അപ്പൊ അവിടെ ഉപനിഷത്തിൽ ദേവൻ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ തന്നെയാണ്. നൈനദേവ ആപ്നുവൻ പൂർവമർഷത് എന്ന് വേറൊരു ഉപനിഷത്തിൽ, ഇന്ദ്രിയങ്ങൾ അതിനെ പ്രാപിക്കാൻ സമർത്ഥങ്ങളാവുന്നില്ല. ദേവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്ന് തന്നെയാണ് ഉപനിഷത്തിന്റെ വെളിച്ചത്തിൽ. അപ്പൊ ഈ ഇന്ദ്രിയങ്ങൾക്ക് ബ്രഹ്മാനുഭവത്തെ ഉണ്ടാക്കി കൊടുക്കാതെ, ഈ അനുഭവം എല്ലാം ഒരുമിച്ച് അനുഭവിക്കുന്നതാണ്. ഇതുവരെയുള്ള എല്ലാ പ്രപഞ്ചാനുഭവങ്ങളും ഇന്ദ്രിയങ്ങൾ നമുക്ക് പ്രദാനം ചെയ്തതാണ്. ഇനി നമ്മൾ എന്തു വേണം? നമ്മുടെ പ്രയത്നം കൊണ്ട് ഇങ്ങനെ ഒരു അനുഭവത്തെ നാം സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം ഈ ലോകം വിട്ട് പോവാൻ. അല്ല എങ്കിലോ നാം കള്ളന്മാരാണ്. ഇതാണ് അതിന്റെ ഒരു വേദാന്തപരമായിട്ടുള്ള ഒരു സാരം എന്ന് പറയാം. അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ രണ്ടുമുണ്ട്. ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ ഈ പ്രകൃതിയെ നാം അനുഗ്രഹപൂർവം അതിനെ സ്വീകരിക്കേണ്ടതും, പ്രാർത്ഥനാപൂർവം അതിന്റെ അടുത്തേക്ക് ചെല്ലേണ്ടതും, അതിനെ നാം സംരക്ഷിക്കേണ്ടതും ഒക്കെ ആവശ്യമാണ്. യജ്ഞശിഷ്ടാശിനഃ സന്തഃ മുച്യന്തെ സർവകിൽബിഷൈഃ ഭുഞ്ജത്തെ തേ സ്വഖം പാപാ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ടാശിന സന്തഃ മുച്യന്തെ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വകം പാപാഃ യേ പചന്തി ആത്മകാരണാത്. യജ്ഞശിഷ്ടാശിനഃ, യജ്ഞശിഷ്ടം അനുഭവിക്കുന്ന, അതായത് സേവനത്തിലൂടെ കിട്ടുന്നതിന്റെ ആ ഫലത്തെ അനുഭവിക്കുന്ന യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മം യജ്ഞഭാവത്തിലാണ്. അതിൽ നിന്ന് അവശേഷിക്കുന്നത് യജ്ഞശിഷ്ടം, അവശേഷിക്കുന്നത് അനുഭവിക്കുന്നത്. അതായത് ആദ്യമേ ഫലത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ. സന്തഹ, സജ്ജനങ്ങൾ, സന്തുക്കൾ, സന്ത് മഹാത്മാ എന്നൊക്കെ പറയുമല്ലോ. സന്തഹ, സജ്ജനങ്ങളായിട്ടുള്ള അവര് സർവകിൽബിഷൈഹി, ഈ കിൽബിഷം എന്ന് പറഞ്ഞാൽ പാപം, പാപം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ, എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും മുച്യന്തേ, മോചിക്കപ്പെടുന്നു. അല്ലാത്തവരോ യേ, ആരൊക്കെയാണോ ആത്മകാരണാത്, ആത്മകാരണാത് എന്ന് പറഞ്ഞാൽ തനിക്കു വേണ്ടി, സ്വകാര്യത്തിന് മാത്രം പചന്തി, പാകം ചെയ്യുന്നത്, തനിക്ക് വേണ്ടി മാത്രം പാകം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഒരാൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ, അപ്പൊ അയാൾ ഉണ്ടാക്കാൻ പാടില്ലേ എന്നല്ല. പാകം ചെയ്യൽ തനിക്ക് മാത്രം. അതുകൊണ്ടാണ് മറ്റുള്ളവർ പറയാം ഒറ്റയ്ക്ക് വെച്ച് കഴിക്കരുതെന്നാ. ആർക്കെങ്കിലും കൊടുക്കണം. അതെങ്ങനെയാ ഇപ്പൊ ആർക്കെങ്കിലും കൊടുക്കുക? എത്ര പേരുണ്ട് കൊടുക്കാനില്ലേ? ആർക്കെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഉറുമ്പിനെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ മതി. ഇത് കഴിക്കുന്നതും ഉണ്ടാക്കുന്നതും എല്ലാം ഒറ്റയ്ക്ക്. അങ്ങനെ ആത്മകാരണാത് പചന്തി, തനിക്കു വേണ്ടി മാത്രം പാകം ചെയ്യുന്നവൻ, തേ പാപാഹ അകം ഭുഞ്ജത്തെ, അവൻ അനുഭവിക്കുന്നത്, ഭക്ഷിക്കുന്നതേ പാപമാണ്. അവൻ അന്നമല്ല കഴിക്കുന്നത്, അവൻ പാപത്തെ ഭുജിക്കുന്നു എന്ന് ഭഗവാൻ പറയും. അതുകൊണ്ട് ഉപനിഷത്തില് പറയുന്നുണ്ട്, എന്താ, വൈശ്വാനരനാണ് അഗ്നിയായിട്ട് വീട്ടിലേക്ക് വരുന്നത് എന്നാ. അപ്പൊ നമ്മുടെ വീട്ടിലൊരാൾ വരുമ്പം ആരാണ്? വൈശ്വാനരാഗ്നി, അതായത് ജഡരാഗ്നി, വിശപ്പാണ് ഭഗവാൻ.
അതുകൊണ്ട് യമന്റെ പുരിയിലേക്ക് പോയിട്ടുള്ള നചികേതസിന് യമൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. ആ യമന്റെ ഭാര്യ തന്നെ യമനോട് പറയുന്നു, വൈശ്വാനര പ്രവിശതി അതിഥിർ ബ്രാഹ്മണോ ഗൃഹാൻ തസ്യൈതാം ശാന്തിം കുർവന്തി ഹര വൈവസ്വതോദകം. ഹേ വൈവസ്വത, അല്ലയോ യമ, ഉദകം ഹര, വെള്ളം കൊണ്ടുവരൂ. എന്നിട്ടോ ശാന്തിം കുർവന്തി, അവനെ ശാന്തിയെ ചെയ്താലും. അപ്പൊ ആര് വീട്ടിൽ വന്നാലും ആദ്യം തന്നെ വെള്ളം കൊടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വൈശ്വാനരനെ ശമിപ്പിക്കണം. അല്ലാതെ ഇരുത്തിയിട്ട് ഇങ്ങനെ അവരെ ഇരുത്തുന്നത് പോയിട്ട് നിർത്തുക ചെയ്യാം. ഇല്ലേ? അപ്പൊ ആര് വന്നു കഴിഞ്ഞാലും ആദ്യം കൊടുക്കേണ്ടത് എന്താ? ഒരു ഗ്ലാസ് വെള്ളം. അത് വലിയ ഗ്ലാസ്സിലൊന്നും വേണമെന്നില്ല, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. പേരിന് ഒരു വെള്ളം. അത് കുടിച്ചു കഴിഞ്ഞാൽ വൈശ്വാനരനൊന്ന് തൃപ്തിയാവും. എന്താണ്? ഭഗവാനാണത്. വൈശ്വാനര പ്രവിശതി. യമൻ നചികേതസിനോട് പറയുന്നു, അങ്ങനെ വൈശ്വാനരനെ തൃപ്തിപ്പെടുത്തിയിട്ടില്ലെങ്കിലോ ആശാപ്രതീക്ഷേ സംഗതം സുനിർതാം ച ഇഷ്ടാപൂർത്തേ പുത്രപശൂം ച സർവാൻ ഏതദ് വൃങ്ക്തേ പുരുഷസ്യാൽപമേധസോ യസ്യാനശ്നൻ വസതി ബ്രാഹ്മണോ ഗൃഹേ. യസ്യ ബ്രാഹ്മണ ഗൃഹേ, യാതൊരുവന്റെ ഗൃഹത്തിലാണോ, ബ്രാഹ്മണന്റെ ഗൃഹത്തിലാണോ, യാതൊരുവന്റെ ഗൃഹത്തിലാണോ ബ്രാഹ്മണൻ, രണ്ടു പ്രകാരത്തിൽ അതിനെ അന്വയിപ്പിക്കാം. അനശ്നൻ, ഒന്നും ഭക്ഷിക്കാതെ നിൽക്കുന്നത്, അവന്റെ എന്തൊക്കെ നഷ്ടപ്പെടുമത്രേ? ആശ, പ്രതീക്ഷ, സംഗതം, സൂനൃതം, ഇഷ്ടം, പൂർത്തം, പുത്രൻ, പശുവൻ, ഇതൊക്കെ പോകുന്ന ആശ. എന്തെങ്കിലുമൊക്കെ ആശ ഉണ്ടാവുമല്ലോ, പേരിനെങ്കിലും ചിന്ന ചിന്ന ആശയിൽ അതുപോലും ഉണ്ടാവില്ല. ആശ, പ്രതീക്ഷ, കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് പോയി. സംഗതം, കിട്ടിയത്. സൂനൃതം, നല്ല വാക്ക്, ആരും പറയൂല്ല, പറയാൻ പറ്റൂല്ല. എന്താണെന്നറിയില്ല, എനിക്ക് ഈ നല്ലത് വരില്ല പറയാൻ. എന്തുകൊണ്ടാ ഇങ്ങനെയാണ്? ഈ വൈശ്വാനരനെ അപമാനിച്ചിട്ടുണ്ട് എന്ന് പറയാം. ആശാ, പ്രതീക്ഷ, സംഗതം, സൂനൃതം, ഇഷ്ടം, പൂർത്തം, ഇഷ്ടകർമ്മങ്ങൾ, ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ഓരോരോ കർമ്മങ്ങൾ, പൂർത്തകർമ്മങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, കിണർ ഒഴിക്കലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റില്ല. ആശാ, പ്രതീക്ഷ, സംഗതം, സൂനൃതം, ഇഷ്ടാപൂർത്തം, പുത്രൻ, പശുവിൻ, പുത്രൻ, കുട്ടികൾ, പശു, മറ്റ് സമ്പത്തുകൾ. പശു എന്ന് പറഞ്ഞാൽ കാറ്, ലോറി എല്ലാം പശുവിൽ പെടും. ഇതൊക്കെ നഷ്ടമാകുന്ന പറയുന്നത്. മാത്രമല്ല, ഒരു ഉപനിഷത്തിൽ പറയുന്നത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ വരെ കിതാബ് മടക്കി വെച്ച് പോകും. അവരുടെ പറഞ്ഞതിന്റെ അപ്പുറത്തെ എന്താ പറയാ തത്വം പറഞ്ഞിട്ടുണ്ട്. ശാർക്കരാക്ഷൻ എന്ന് പറഞ്ഞ് അഗ്നിയിൽ ഹോമിക്കുന്ന ഹോതാവിനോട് ഉപനിഷത്തിൽ പറയാണ്, എടോ വിഡ്ഢി, മതിയാക്കാൻ പരിപാടി. നീ ഈ ഏതൊരു ജഡരാഗ്നിയിലാണോ, ഏതൊരു വൈശ്വാനരാഗ്നിയിലേക്കാണോ ഈ ഹവിസിനെ അർപ്പിക്കേണ്ടത്, ആ അഗ്നിയിലേക്ക് അർപ്പിക്കാതെ ബാഹ്യമായ ഈ ബാഹ്യാഗ്നിയിലേക്ക് അർപ്പിക്കുന്ന മൂഢ, നിന്റെ ഈ എന്താ പറയാ ആഹുതി കൊണ്ട് എന്താ പറയാ ദേവൻ സന്തോഷിക്കപ്പെടുന്നില്ല എന്ന്. അതുകൊണ്ട് മതിയാക്കൂ. ഉദാഹരണം പറയുന്നു, എപ്രകാരമാണോ വിശക്കുന്ന കുട്ടി അമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നത്, അവന്റെ പാല് നുകരാനോ അല്ലെങ്കിൽ അതിനായിട്ട്, അങ്ങനെ ഓടി വരുന്ന വൈശ്വാനരാഗ്നി. അപ്പൊ ഒരു ഉറുമ്പ് ഒരു പഞ്ചസാരയ്ക്ക് വേണ്ടി വരുന്നത് ആ പ്രപഞ്ചേശ്വരൻ വൈശ്വാനരൻ വരുന്നതാണ്. ആ സമയത്ത് മണ്ണെണ്ണ ഒഴിക്കുന്നതുണ്ടല്ലോ, വലിയ നാശമാണ്. നമുക്കറിയില്ല ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം. നമ്മുടെ ബുദ്ധി മരവിച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നും. അത് അടിക്കാനും കിറ്റ് അടിച്ച് തീർക്കാനും ഒക്കെ. ഈ പാറ്റയൊക്കെ നമ്മൾ ഒറ്റയടിക്കില്ലായ്മ ചെയ്യുന്നുണ്ടല്ലോ. ഹിറ്റ്ലർ പോലും തോറ്റുപോകും. മൂപ്പർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ മൂപ്പരെന്നെ ഒരിക്കൽ എങ്ങനെയോ കണ്ടുപിടിച്ചതാ ഈ ഗ്യാസ്, എന്താ പറയാ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കയറ്റിക്കഴിഞ്ഞാൽ അത് ഒരു ദിവസം വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടിയുടെ സൈലൻസറിനൊരു ദ്വാരം ഉണ്ടായിരുന്നു. അതിലൂടെ എങ്ങനെ പോകുന്ന കാർബൺ എങ്ങനെയോ വണ്ടിക്കകത്തേക്ക് കയറി, ഈ വലിയ വണ്ടിക്കകത്ത്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ളവരൊക്കെ ശ്വാസം മുട്ടി കുറെ പേര് മരിച്ചു. ഇതെങ്ങനെയാണെന്ന് നോക്കിയപ്പോ പിന്നെയല്ലേ മനസ്സിലായത് ഇങ്ങനെയാ. അപ്പൊ മൂപ്പർക്ക് തോന്നി ഇത് നല്ല ഐഡിയ ആണല്ലോ, ഇതുപോലെ എങ്ങനെ കയറ്റിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇട്ടാൽ മതി വരെ.
ഇങ്ങനെ നാം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കണം. എലിയെ കൊല്ലാൻ, പൂച്ചയെ കൊല്ലാൻ, അല്ലെങ്കിൽ ഇങ്ങനെ പലതിനെ കൊല്ലാൻ. അപ്പൊ അതൊക്കെ ഭക്ഷണത്തിനായിട്ട് ഓടി വരുന്ന സമയത്ത് നോക്കൂ, നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. ഭക്ഷണത്തിൽ വിഷം വയ്ക്കരുത്. എലിയൊക്കെ ഭക്ഷണത്തിൽ കപ്പക്കിഴങ്ങിലും ബിസ്ക്കറ്റിലും അതിലും ഇതിലൊക്കെ ഇത്രയും വലിയ ദ്രോഹം ഉണ്ടല്ലോ, വേറെ ഇല്ല. അതിനെയൊക്കെ അങ്ങനെ വെച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഇതൊക്കെയാണ്. ആശാ, പ്രതീക്ഷ, സംഗതം, സൂനൃതം, ഇഷ്ടം, പൂർത്തം, പുത്രൻ, പശൂൻ, എന്തെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു വെച്ചിട്ടാ. സ്വാമി, ഓ ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇതൊക്കെ ഉണ്ടല്ലോ കയ്യിലിരിപ്പ്, മതി, ധാരാളം. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒരു ഉറുമ്പിനെ വീട്ടിലിരിക്കുക ഈ കുറ്റി കണക്കിനിങ്ങനെ ഇടാൻ. ഉറുമ്പ് പൊടി ചേർത്ത കോലപ്പൊടി കിട്ടാനുണ്ട്. കോലപ്പൊടി അരിപ്പൊടിയാണ് അത്. ആ ഉറുമ്പിനിടുന്നതിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ചടങ്ങാണത്. അതെന്തിനാ? ആ ഉറുമ്പുകൾക്കൊക്കെ അതിന് വല്ല കോലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് മുറ്റത്തിട്ട് കഴിഞ്ഞാൽ അത് അവിടുന്ന് തിന്ന് പോയിക്കോളും, വീട്ടിനകത്ത് കയറില്ല. ഇപ്പൊ കോലായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുക എന്നേക്കും, അതൊരു കോലത്തിൽ. പിന്നെ ചോക്ക് നനച്ചിട്ടൊക്കെയാ കോലം വരച്ചു വയ്ക്കുന്നത്. അരിപ്പൊടിയായിട്ട് അതിനൊരു ബന്ധവുമില്ല ഇപ്പൊ കോലത്തിന്. പിന്നെ രാവിലെ എഴുന്നേറ്റ ഈ തലേന്ന് കഴിച്ച കുറച്ച് പഴയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് കയറ്റാതെ കോഴിക്കും കാക്കയ്ക്കും അങ്ങനെയുള്ള എന്തിനെങ്കിലുമൊക്കെ കൊടുക്കൂ. വൈശ്വാനരാഗ്നി തൃപ്തിയടയട്ടെ. ഇതങ്ങനത്തെ യാതൊരു പരിപാടിയില്ല. എത്ര വളിച്ചാലും വീണ്ടും അതിനെ വേറെ കട്ട്ലറ്റ് ആക്കുന്ന കാര്യം, അതിൽ ബ്രെഡ് ചേർത്തിട്ട്, എന്തിനൊരു ബ്രെഡ് ചേർത്ത് കഴിഞ്ഞാൽ അത് ഉഷാറാവും. ഒരു വറവൂട്ടാ മതി, ഉള്ളി മൂപ്പിച്ചു. ഇഷ്ടത്തെ ഭുജിക്കുന്ന സജ്ജനങ്ങള് സർവകിൽബിഷൈഹി മുച്യന്തേ, അവരെല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു. എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് താൻ ഭുജിക്കുന്നത് എന്ന് പറയാം. ഭാഗവതത്തിലെ മാഹാത്മ്യം പറയുന്നതിൽ അട്ടശൂല ജനപദ എന്നൊക്കെ പറയുന്നുണ്ട്. ഭക്ഷണം വിൽപ്പന തുടങ്ങിയ അന്ന് കലികാലം ഓർത്തോളാനാണ്. ഇപ്പൊ വീടുകളിൽ പോലും ഭക്ഷണം വിൽപ്പനയ്ക്കുണ്ട്. വീടുകളിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നു. ഗൃഹത്തിൽ ഒരിക്കലും ഭക്ഷണം വിൽപ്പന നടക്കാൻ പാടില്ല എന്നാണ്. നല്ല നാടൻ തട്ടുകടയൊക്കെ വീടുകൾ ഇപ്പൊ അങ്ങനെ ആയിരിക്കണം. ആ ഭക്ഷണം വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം. അറിയാം. എല്ലാവർക്കും നമസ്കാരം. കർമ്മയോഗം 3-ാം അധ്യായത്തില് ഭഗവാൻ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് നമ്മോട് പറയുന്നു, യജ്ഞഭാവത്തോടു കൂടിയിട്ടാണ് നമ്മെ സൃഷ്ടിച്ചത്. വളരെ നന്നായി മനസ്സിലാക്കേണ്ടുന്ന ശ്ലോകമാണിത്. അന്യാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്യസംഭവഃ യജ്ഞാദ്ഭവതി പർജന്യഃ യജ്ഞകർമ്മസമുദ്ഭവഃ. ഇപ്പം എത്തി നിൽക്കുന്ന ശ്ലോകം, യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു, മഴയിൽ നിന്ന് അന്നമുണ്ടാകുന്നു, കർമ്മം യജ്ഞത്തിൽ നിന്ന് കർമ്മം, ആ കർമ്മം ബ്രഹ്മത്തിൽ അധിഷ്ഠിതം എന്നുവരെ പറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഒന്ന് വന്ന് പിറകിലേക്ക് ഒന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. എന്താണ് സഹയജ്ഞ പ്രജാ സൃഷ്ടുവ എന്നുള്ളത്? അപ്പൊ അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെ സൂക്ഷ്മമായ അംശം, ഞാനെന്ന ഈ വ്യക്തി രൂപം പൂണ്ടത് അന്നത്തിലാണ് എന്ന് പറയാം. അന്നത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മളൊക്കെ ഒന്ന് വയലിലൊക്കെ പോയി നിന്ന് നോക്കുന്ന സമയത്ത് അനേക നെൽമണികൾ ഉണ്ടാവുന്നുണ്ടല്ലേ? അനേകം. ഒരു നെല്ല് ആ മണ്ണിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അവിടെ? എന്തൊക്കെ സംഭവ വികാസങ്ങൾക്ക് ശേഷമാണ് ഒരു നെൽമണി എന്താ പറയുക, അതിന്റെ ആ ഭാവത്തെ വിട്ട് അതിന്റെ വേരിനെ മണ്ണിലേക്ക് ആഴ്ത്തി കൊടുക്കുന്ന ആ ആഴ്ത്താൻ വേണ്ടുന്ന ചുറ്റുപാട് അവിടെ ഒരുങ്ങുന്നു. ആ വിതറുന്ന സമയത്ത്
അത് എവിടെയെങ്കിലും ഒക്കെ ആയിപ്പോയാൽ മതി, വല്ല പാറപ്പുറത്തായാൽ മതി. ഒരു നെൽമണിക്ക് നിൽക്കാൻ വലിയ ഇതൊന്നുമില്ലല്ലോ. ഒരു കല്ലിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് മുളയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അതൊന്നും പറ്റാതെ ഒന്ന് താഴ്ന്നിറങ്ങി പിന്നീട് അതെന്തൊക്കെ ശേഖരിക്കുന്നു. അങ്ങനെ അങ്ങനെ പൂത്ത് ഉലഞ്ഞ് പാകത്തിനായി നിൽക്കുമ്പോൾ അതൊക്കെ നമ്മെ പോലെ ഇനിയും നെല്ലിന്റെ കാര്യത്തിൽ മാത്രമല്ല ഏതിനെ നോക്കുന്ന സമയത്തും ഇങ്ങനെ ഫലമൂലാദികള് ഈ പ്രപഞ്ചത്തില് പൂത്തുലഞ്ഞ് പക്വമായി നിൽക്കുന്ന സമയത്ത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഇതാ ഉത്തരം. യജ്ഞഭാവത്തോടുകൂടി ഈ പ്രപഞ്ചം ആരെയൊക്കെയോ തയ്യാറാക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു യജ്ഞഭാവം ആരിലാണോ ഇല്ലാത്തത് അവൻ കള്ളൻ, മൂരാച്ചി എന്നൊക്കെയാണ് ഗീതയ്ക്ക് പറയാനുള്ളത്. കള്ളൻ എന്ന് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത്. സ്തേനഹ സഹ. എന്ത് മനോഹരമാണ് ആ യജ്ഞം എന്ന ഈ സഹയജ്ഞ പ്രജാ സൃഷ്ടുവ എന്ന് ആലോചിക്കും. ആ ശ്ലോകമാണൊന്ന് നന്നായി മനനം ചെയ്യേണ്ടത്. ഈ അധ്യായത്തിൽ ഒരുപാട് പേര് സൂര്യന്റെ, ചന്ദ്രന്റെ, നക്ഷത്രങ്ങളുടെ, ചന്ദ്രന്റെ ശീതളിമ, ചന്ദ്രൻ ഭഗവാൻ ഇതിൽ പറയുന്നുണ്ട്. ചന്ദ്രൻ ഔഷധി രൂപത്തില് ഈ സസ്യലതാദികൾക്കെല്ലാം വീര്യത്തെ കൊടുക്കുന്നു എന്നാ. അതുപോലെ ഭൂമി എന്തൊക്കെ നൽകുന്നു, ഇതിനൊക്കെ വേണ്ടത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അത് നാം കഴിക്കുന്ന അന്നത്തിൽ എന്തൊക്കെയുണ്ട് ഉപനിഷത്തിൽ പറയുന്നു. അതാണ് വാക്കായിട്ട് പരിണമിക്കുന്നത്. അന്നമയം ഹി സൗമ്യമനഃ. നിങ്ങളതിനെ അത് പിടിച്ചങ്ങോട്ട് ആഴ്ന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ശ്ലോകത്തിന്റെ സൗന്ദര്യം എത്ര നുകർന്നാലും മതിയാവില്ല. കുട്ടി, അന്നമയമാണ് മനസ്സ്, തേജോമയി വാക്ക്, തേജസ്സോട് കൂടിയിട്ടുള്ളതാണ് വാക്ക്. അത് എവിടുന്നാണ് അത്ര ഉണ്ടാവുന്നത്? ഈ അന്നത്തെ നിർമ്മിച്ചത് ഇപ്രകാരത്തിലാണ്. ജലമയമായും തേജോമയമായും ഈ മൂന്നിനെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. എന്തിനായിട്ട്? നമുക്ക് നല്ല വാക്കുകളൊക്കെ പറയാനാണ്. തേജസ്സാർന്ന വാക്കുകൾ വരണമെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ കഴിക്കണം എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ വിസ്തരിക്കാൻ പോകുന്നുണ്ട്. ചിലപ്പം ആളുടെ എണ്ണം തന്നെ കുറഞ്ഞു എന്നൊക്കെ വന്നേക്കാം. അന്നമയം ഹി സൗമ്യ മനഃ. ഏതുപോലെ അച്ഛൻ മകനോട് പറഞ്ഞു കൊടുക്കുക, ഉദ്ദാലകൻ ശ്വേതകേതുവിനോട്, എങ്ങനെയാണ് കുട്ട സൗമ്യ കടയുന്ന തൈര് കടഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് വെണ്ണ അല്ലെങ്കിൽ നെയ് ഊറി വരുന്നത്. ഇതുപോലെയാണ് അശ്യസ്യ അന്നമാനസ്യ, കഴിക്കുന്ന അന്നത്തിന്റെ സൂക്ഷ്മ അംശം മുകളിലേക്ക് വന്ന് സവാക് ഭവതി, അത് വാക്കായി തീരുന്നത്. അപ്പൊ ഈ നമ്മള് അങ്ങനെയുള്ള ഈ രാജസികമായിട്ടുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാക്ക് തന്നെ അങ്ങനെയായിരിക്കും വരിക. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പൊ നല്ല എരിവൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ കടിച്ച് വലിച്ച് കഴിക്കുന്ന സമയത്ത് ആ നാവ് ചെറുതായിട്ടൊന്ന് പല്ലിൽ ഉടക്കിയാൽ ഒന്ന് കടിച്ചുപോയി, കൂട്ടത്തിൽ അതിന്റെ കൂടെ ഇതും കടിച്ചു. അങ്ങനെ കുറച്ച് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ വെള്ളമില്ല. അപ്പം ഭാര്യയോട് വെള്ളം കൊണ്ടുവരാൻ എങ്ങനെയാ പറയാ? നോക്കൂ പ്രിയേ, എന്റെ ആദരം വെള്ളത്തിനായി, ജലത്തിനായി ദാഹിക്കുന്നു. എത്രയും വേഗം ജലം തന്ന് എന്നെ ശമിപ്പിച്ചാലും എന്നൊക്കെയാണോ? ഡാഷ് ഡാഷ്. നീ വെള്ളം കണ്ട് എടുക്കുന്നുണ്ടോ? ഇല്ലേ? ആരാണ് ഈ വാക്കുകൾ കൊണ്ടുവന്നത് എന്നാണെങ്കിൽ ഈ കഴിച്ച അന്നമാണ് അത്രേ. അതാണ് വാക്കായിട്ട് പരിണമിക്കുന്നത്. വളരെ ഗംഭീരാണ്. വാക്ക് മാത്രമല്ല, മനസ്സായി തീരുന്നതും അതാണ്. അപ്പൊ ഈ അന്നം നിർമ്മിക്കുന്ന സമയത്ത് പ്രപഞ്ചം വളരെ ശ്രദ്ധാപൂർവമാണ് അതിനെ നിർമ്മിക്കുന്നത്. എന്നിട്ട് പറയുന്നു, അതിൽ മൂത്രമായി പോകേണ്ടുന്ന ഭാഗം, മലമായി പോകേണ്ടുന്ന ഭാഗം, രേതസ്സാകേണ്ടത്, രക്തമാകുന്നത് ഏറ്റവും സൂക്ഷ്മമായി അതിനെ ഇങ്ങനെ മാറ്റി വാക്കും മനസ്സും ഒക്കെ ആയിട്ട് പരിണമിക്കുന്ന കേന്ദ്രങ്ങളെ കാണിച്ചു തരുന്നു.
നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഒരു മാമ്പഴം ഉണ്ടാവുന്ന സമയത്ത് എന്തൊരു യജ്ഞഭാവത്തോടു കൂടിയാണ് പ്രകൃതി അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ അതിന് വില പറയുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. ഇനി അതിന് അല്പം മധുരം കുറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, അവൻ കാട്ടുകള്ളൻ പറ്റിച്ചു എന്ന് പറയും. ഇത് അവന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ പറയും, സാറേ ഞാനല്ലല്ലോ ഇത് നിർമ്മിച്ചതെന്ന്. അപ്പൊ കച്ചവട മനസ്സിന് യജ്ഞം ഒരിക്കലും കാണാൻ പറ്റില്ല. നമ്മളെല്ലാം കച്ചവട മനസ്സോട് കൂടിയിട്ടാണ് കാണുന്നത്, പൂക്കളെ പോലും. അപ്പൊ നമ്മുടെ ഇന്നലകളിൽ ജനിക്കാത്ത നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എങ്ങനെയാണ് കടന്നു വന്നത്. നമുക്ക് വേണ്ടി ആകാശം എന്തൊക്കെ ചെയ്തു, നമുക്ക് വേണ്ടി വായു എന്തൊക്കെ ചെയ്തു, നമുക്ക് വേണ്ടി ഭൂമി എന്തൊക്കെ ചെയ്തു, നമുക്ക് വേണ്ടി ജലം, സൂര്യൻ, ചന്ദ്രൻ. അവരുടെയൊക്കെ ആ കൂട്ടായ്മയിൽ എന്റെ ആ അസ്തിത്വം പിതാവിന്റെ രേതസ്സിലേക്ക് കടന്നു വന്ന പ്രക്രിയ, അവിടുന്ന് അമ്മയുടെ യോനിയിലൂടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചത്, അവിടെ ഒരു ചർമ്മത്താൽ സംരക്ഷിതമായത്, എന്തൊക്കെ അടിച്ച് വലിച്ചു വാരി കഴിക്കുമ്പോഴും ഇതൊന്നും അവിടേക്ക് എത്താതെ, ഇല്ലേ? എന്തൊക്കെ സംഘർഷങ്ങൾ അമ്മ അനുഭവിച്ചു കഴിഞ്ഞാലും ആ സംഘർഷങ്ങളൊന്നും കുട്ടിയെ ഏറെക്കുറെ, മുഴുവനായിട്ടെന്ന് പറഞ്ഞുകൂടാ, പലതും കണ്ടും കേട്ടും ഭയപ്പെട്ടും ഒക്കെ അതിനെയൊക്കെ ആരോ എന്താ പറയാ ഒരു ഭംഗിയായ ആവരണം പൊതിഞ്ഞ് അതിനുശേഷം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആരൊക്കെ സംരക്ഷിക്കാനുണ്ട് നമ്മളെ? ഈ ഒരു യജ്ഞത്തിലൂടെയല്ലേ നമ്മൾ പുറത്തു വന്നത്? നമുക്ക് വല്ല ചിന്തയും ഉണ്ടോ? യജ്ഞത്തോടുകൂടിയാ നമ്മെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ എന്ത് യജ്ഞം സ്വാമി? ഇഷ്ടിക നിരത്തിയിട്ടാണോ? നമുക്കാകെ പരിചയമുള്ള യജ്ഞം ഇഷ്ടിക നിരത്തി അതിലേക്ക് സ്വാഹ സ്വാഹ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. യജിക്കുക, ഇതാണ് യജ്ഞം. ഇതം ന മമ, ഇതാണ് യജ്ഞത്തിന്റെ മൂലം. ഇത് എന്റേത് അല്ല, ഞാൻ പോലും എന്റേതല്ല. കാരണം എന്നെ ഈ വിശ്വത്തിന് മുഴുവൻ അവകാശപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ സൃഷ്ടമായത്, ജാതമായത് യജ്ഞത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഭാരതത്തില് സന്താനങ്ങള് യജ്ഞത്തിലൂടെ കടന്നു വന്നതാണ്. ഒരിക്കലും കാമസന്തതികളെ കുറിച്ച് ഋഷിക്ക് പറയാനില്ല. യജ്ഞത്തിൽ നിന്നാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ ഭഗവാൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു, സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ട കാമധുക്ക്. ഇതായിരിക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടത്തെ തരുന്ന കാമധേനു, ഈ യജ്ഞം എന്ന് പറയാം. ഇരുന്നിങ്ങനെ ആലോചിക്കേണ്ടതാ. എന്റെ ഇന്നലകളിലേക്ക് എനിക്ക് നടന്നു പോകാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ ഈ വഴിയിലൂടെയൊക്കെ നടക്കും. നിങ്ങൾ ഭാഗവതം ആരംഭിക്കുന്നത് എങ്ങനെയാ? ഭാഗവതത്തിലെ ആരംഭ ശ്ലോകം യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി എന്ന് പറയുന്ന ശ്രീശുക ബ്രഹ്മർഷിയെ ഒന്ന് സ്മരിക്കുന്ന ഒരു ശ്ലോകമുണ്ട്, ഇല്ലേ? വ്യാസന്റെ സന്താനമാണ് ആര്? ശ്രീശുകൻ. ജനിച്ച ഉടനെ തന്നെ അവൻ എഴുന്നേറ്റ് പോയി. ആ എഴുന്നേറ്റ് പോയ ശുഗനോട് എന്തെന്നില്ലാത്ത മമത വ്യാസർക്കുണ്ടായി. എന്നിട്ട് പുത്ര എന്ന് വിളിച്ചു. ആ വിളി കേട്ടത് മരങ്ങളാണ്, അത്ര വൃക്ഷങ്ങളാണ്. എന്ത് ഗംഭീരമായിട്ടാ കവി അവിടെ അത് പറഞ്ഞിരിക്കുന്നത്. താൻ വിളിച്ച് വിളി കേട്ടത് വൃക്ഷങ്ങളാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ കുട്ടികളെ വിളിക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്ന മാവും പ്ലാവും ഒക്കെ വിളി കേൾക്കും? നമുക്കത് കേൾക്കാൻ നമ്മുടെ കർണങ്ങളൊക്കെ ഈ ബഡിട്ട് തിരിച്ച് തിരിച്ച് പോയിരിക്കുക. പിന്നെ ഈ ടി വി ഉള്ള വോളിയത്തിൽ മുഴുവൻ വെച്ചിട്ട് നമ്മുടെ ഈ അന്തരീക്ഷം ഉണ്ടല്ലോ, ഈ അന്തരീക്ഷം അങ്ങേയറ്റം മാലിന്യമാർന്നതായി തീർന്നു എന്ന് പറയാം. സ്വാമി ഒന്നിനെയും കുറ്റം പറയല്ല. നിശബ്ദമായ പല മർമ്മരങ്ങളും ചീവീടുകളുടെ ശബ്ദങ്ങളും കാറ്റില് എന്താ പറയാ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇലയുടെ ശബ്ദവും, ഒരു ഇല കാറ്റത്ത് ഓടിൽ നിന്ന് ഇങ്ങനെ ഒരു കൂട്ടം ഇലകൾ, ഒരു 5-10 ഇലകൾ ഓടിന്റെ മുകളിൽ നിന്ന് ഒരു കാറ്റുകൊണ്ട് ഇളകി താഴെ വീഴുന്ന ഒരു ശബ്ദമുണ്ട്. അതിന് പോലും ഉണ്ട് ഒരു സൗന്ദര്യം എന്ന് പറയാം. പക്ഷെ ഇന്ന് അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാം. നമ്മൾ വിളിക്കുന്ന സമയത്ത് ഇവരൊക്കെ വിളി കേൾക്കും.
അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം അവരിൽ നിന്ന് ചക്കയും മാങ്ങയും എല്ലാം കഴിച്ചിട്ടുണ്ടേ, നാം കഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മകൻ എന്നിലൂടെ വന്നവനാണ്, എനിക്കറിയാം അവൻ നിങ്ങളിലേക്ക് വന്ന വഴി. അതുകൊണ്ടാണ് സ്വാമി ഇന്നലെ പറഞ്ഞത്, ഇതൊക്കെ വെളിപ്പെടാൻ നാം ഇനിയും സംസ്കാര ചിത്തരാകേണ്ടിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങൾ ഇനിയും സജീവമാകേണ്ടിയിരിക്കുന്നു എന്ന് പറയാം. അത് പല പ്രകാരത്തിലും അതങ്ങനെ എന്താ പറയാ, വെറും കുറെ കാശുണ്ടാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും, അത് ഇത്രയൊക്കെ ഉള്ളൂ. എവിടെയെങ്കിലുമൊക്കെ കാത്തുനിൽപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അത് വല്ല റേഷൻ കടയിലോ വല്ല സിനിമാശാലയിലോ അവിടെ ടിക്കറ്റിനോ അങ്ങനെയുള്ളതൊക്കെ ടെലിഫോൺ ബില്ല് അടയ്ക്കാനോ അതിനിപ്പം നമുക്ക് പറ്റില്ല എന്ന് പറയാം. കാത്തിരിപ്പോ സാവകാശമോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഇപ്പം ഒന്ന് സാവകാശം ഒന്ന് പോയി ഇരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വെളിപ്പെട്ട് കിട്ടും. യജ്ഞത്തിൽ നിന്നാണ് ഞാൻ ഉദ്ഭവിച്ചത് എന്ന്. പ്രപഞ്ചത്തിലെ അനേക ഘടകങ്ങൾ എന്നെ ഞാനാക്കി തീർക്കുന്നതിൽ അങ്ങേയറ്റത്തെ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്ക് ഞാൻ കാണുന്നു, ഞാൻ അനുഭവിക്കുന്നു. ഇതിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊരു വിനയാന്വിതമായിട്ടുള്ളൊരു സമീപനമായിരിക്കണം പ്രകൃതിയിലെ എല്ലാറ്റിനോടും. അതുകൊണ്ടല്ലേ പൂർവികന്മാർ പ്രകൃതിയിലെ എല്ലാറ്റിനെയും പ്രകീർത്തിച്ചത്, സ്തുതിച്ചത്. അവര് വിഡ്ഢികളായിരുന്നില്ല എന്ന് പറയാം. വൃക്ഷത്തെ സ്തുതിച്ച്, ശിലയെ സ്തുതിച്ച്, പർവ്വതങ്ങളെ സ്തുതിച്ച്, നദികളെ സ്തുതിച്ച് അവർ വിഡ്ഢികളായിരുന്നില്ല. അവർ നോക്കുന്ന സമയത്ത് ഇതാ ഞാൻ സൃഷ്ടമായത് നിന്നിലൂടെയൊക്കെയാണ്, എനിക്ക് എങ്ങനെ നിന്നോട് നന്ദി പറയാതിരിക്കാൻ പറ്റും? അതുകൊണ്ട് ഞാൻ നിന്നോട് ഞാൻ ആ ഒരു നന്ദി വാക്കായിട്ട് അത് ശ്ലോകങ്ങളായിട്ട് പുറത്തേക്ക് വന്നു. അതാണ് സ്തുതികൾ. നമ്മൾ വിചാരിക്കില്ലേ എന്തിനാ ഈ സ്തോത്രങ്ങളും ഇതുമൊക്കെ? ഇതൊക്കെ ശരിക്കും ഒരു താക്കോലാണിത്. താക്കോൽ. എന്ത് താക്കോല്? ഞാൻ എന്ന സ്വരൂപത്തിന്റെ പൂട്ട് തുറക്കാനുള്ള താക്കോല്. ഇതൊന്നിപ്പം നമുക്ക് വലിയ ഭാരമായിട്ടിരിക്കുക. ഈ ക്ഷേത്രങ്ങളും അതെ. സ്വാമി ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയാൻ പോകുന്നുണ്ട്. ക്ഷേത്രങ്ങളൊക്കെ വലിയ താക്കോലുകളാണ്. നമുക്കിന്ന് അറിയില്ല, അത് പൂട്ട് ഏതാന്ന് പോലും അറിയില്ല, എന്നിട്ടല്ലേ താക്കോല്. പൂട്ട് തുറക്കണമെങ്കിൽ ഇത് താക്കോലാണ് എന്നറിയില്ല, പൂട്ട് എവിടെ ഉണ്ട് എന്നറിയില്ല. യജ്ഞത്തിൽ നിന്ന് സംഭവിക്കുന്നു എല്ലാം. സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം യശവോസ്തിഷ്ഠ കാമധുഗ്. ഇതൊക്കെ ആയിരിക്കണം ധ്യാനത്തിന് വിഷയമാക്കേണ്ടുന്ന ശ്ലോകങ്ങൾ എന്ന് പറയാം. അന്നാത് ഭവന്തി ഭൂതാനി, അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ ഭവിക്കുന്നു എന്ന് പറയുമ്പം അന്നം കഴിച്ച ഉടനെ ഭൂതം ഉണ്ടാവുന്നു എന്നല്ല. എന്നാ പിന്നെ സ്വാമി ഈ അന്നം കഴിക്കുന്നവർക്ക് മുഴുവൻ നമ്മൾ ആലോചിക്കും. ഇതിലൊക്കെ ഒരുപാട് നമുക്ക് ഈ വിഷയം ഇവിടെ എന്താ പറയാ ഒന്ന് നിർത്തിവെച്ച് മറ്റ് പല ശാഖകളെ എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. പർജന്യാത് അന്ന സംഭവ. അന്നം എവിടുന്നുണ്ടാവുന്നു? പർജന്യത്തിൽ നിന്ന്, മഴയിൽ നിന്ന്. മഴ എവിടുന്ന് ഉണ്ടാവുന്നു? യജ്ഞാത് ഭവതി പർജന്യ, യജ്ഞത്തിൽ നിന്ന്. യജ്ഞം എവിടുന്നുണ്ടാവുന്നു? കർമ്മ സമുദ്ഭവ. എല്ലാം വിസ്തരിച്ച് കാണേണ്ടതാണ്. കർമ്മത്തിൽ നിന്ന് യജ്ഞം, യജ്ഞത്തിൽ നിന്ന് കർമ്മം, അതിൽ നിന്ന് മഴ, മഴയിൽ നിന്ന് അന്നം, അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ. അന്നത്തിൽ നിന്നാണ് എല്ലാ ഭൂതങ്ങളും സംഭവിക്കുന്നത്. ആ പരമമായ ബോധസത്ത അത് ആഗ്രഹിച്ചു എന്നാണ്. അതിനെക്കുറിച്ച് ഇവിടെ പറയട്ടെ. സ ഐക്ഷത്, അത് ആഗ്രഹിച്ചു. എന്താണ് ആഗ്രഹിച്ചത്? ബഹുസ്യാം പ്രജായേമ ഇതി, ഞാൻ പലരാകട്ടെ എന്നാഗ്രഹിച്ചു. ആ ബോധസത്ത, ഏകമായ ആ സദ്വസ്തു പലതാകട്ടെ എന്നാഗ്രഹിച്ചു. ഈ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹം ഈ ആഗ്രഹവും രണ്ടാണ്. നമ്മൾ പലതും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഒന്ന് അവിടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാനൊന്ന് ഇവിടെ വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ അവന് ചിലത് കൊടുക്കാം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അവനെ ഞാൻ ശരിയാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹവും ഈ ആഗ്രഹവും വേറെയാണ്. അത് സ്വാമി പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. ആ സദ്വസ്തു ബോധം സ ഐക്ഷത, സങ്കൽപ്പിച്ചു. ബഹുസ്യാം പ്രജായേമ ഇതി, ഞാൻ പലതാകട്ടെ. എന്നിട്ടോ അത് രണ്ടായി. എന്നിട്ടോ വീണ്ടും അത് രണ്ടായി, വീണ്ടും അതങ്ങനെ രണ്ടായി, അതങ്ങനെ പിരിഞ്ഞ് പലതായി തീർന്നു. എന്നിട്ട് ഒരു ഇടത്ത് പറയുന്നു സജീവേന അനുപ്രവിശ്യ,
അത് ജീവരൂപത്തിൽ പ്രവിശ്യ. എന്നിട്ടോ 3 രൂപങ്ങൾ അത് കൈക്കൊണ്ടു. അതിനാണ് അണ്ഡജം, ജീവജം, ഉദ്ഭിജം ഇതി. അത് മുട്ട പൊട്ടി ഉണ്ടാകുന്നതും പ്രസവിക്കുന്നതായും ഭൂമി പിളർന്നുണ്ടാകുന്നതായിട്ടുള്ള 3 എണ്ണായിട്ട് ഉപനിഷത്തിൽ പറയുന്നു. 2 പ്രകാരത്തിൽ സ്വേദജമെന്നും ഊഷ്മജമെന്നും ഒക്കെ മറ്റ് 5 പ്രകാരത്തിലും പറയും. ആ സദ്വസ്തുവാണ് ഇങ്ങനെ ജീവഭാവം കൈക്കൊണ്ട് പലതായി തീർന്നത് എന്ന് പറയുന്നു. അപ്പൊ അതങ്ങനെ പലതായിട്ടൊന്നുമില്ല. പലതായി എന്ന് നമുക്ക് തോന്നുന്നതാണെന്ന. അപ്പൊ ഉപനിഷത്തിൽ അങ്ങനെയാ പറയണം. ആ ഒന്ന് സങ്കൽപ്പിച്ചു പലതാവട്ടെ. ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ, ആ സങ്കല്പത്തെ നമുക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പിടികിട്ടും, വെളിപ്പെട്ട് കിട്ടും. ആ സങ്കല്പത്തിലാണ് ഈ വിശ്വത്തിൽ ഇരിക്കുന്ന എല്ലാം. അതായത് പലതാവാൻ വേണ്ടിയിട്ടാണ്, ആ സങ്കല്പത്തോടു കൂടിയിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മളൊക്കെ ഈ ക്ഷേത്രത്തിലൊക്കെ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിലെയൊക്കെ നടക്കുന്ന സമയത്ത്, പണ്ടാണെങ്കിൽ ഇപ്പൊ ഉണ്ടോന്ന് സ്വാമിക്ക് അറിയില്ല, ഈ പുല്ലുണ്ടാവും, മുഞ്ഞപ്പുല്ല്, എന്താ അതിന് പറയാ, പുല്ല്. ഈ പുല്ല് ഒരു സമയത്ത് നമ്മുടെ മുണ്ടിലും സാരിയിലും ഒക്കെ പറ്റിപ്പിടിക്കും, പശുവിന്റെ ദേഹത്തൊക്കെ പറ്റിപ്പിടിക്കും. എന്തിനാണത്രേ അതങ്ങനെ പറ്റിപ്പിടിക്കുന്നത്? അത് സങ്കല്പിച്ചതാണ്. എന്താണ് അതിന്റെ സങ്കല്പം? ബഹുസ്യാം പ്രജായേമ ഇതി, എനിക്ക് പലതാകണം. അപ്പൊ എനിക്ക് പലതാകണം എന്ന അതിന്റെ ആ തീവ്രമായ സങ്കല്പത്തിൽ നിന്നാണ് അതിന്റെ വിത്ത് ആ പ്രകാരത്തിലായത്. അപ്പൂപ്പൻ താടി എന്തിനാ കാറ്റത്തിൽ പറക്കണത്? അതിനോട് ചോദിക്കൂ, അത് പറയും ബഹുസ്യാം പ്രജായേമ ഇതി, എനിക്ക് പലതാകണം. അപ്പൊ എനിക്ക് പലതാകണം എന്ന എന്റെ ആ സങ്കല്പം, ഞാനൊരു ഭാവത്തെ സ്വീകരിച്ചു. കാറ്റത്തങ്ങനെ പറന്നുപോയി എവിടെയെങ്കിലും വീണ് അവിടുന്ന് വലുതാവാൻ. എല്ലാറ്റിലും കാണാം. ഇത്രയും ഉയരത്തിൽ പോകുന്ന നാളികേരം, തെങ്ങ്, ആ തെങ്ങിന്റെ നാളികേരത്തിന് ഇത്രയും കട്ടിയുള്ള ആവരണം എന്തിനുണ്ടായി എന്ന് ചോദിച്ചാൽ പലതാകണം എന്ന സങ്കല്പത്തിന്. അത്രയും മുകളിൽ താഴെ വീണ് കഴിഞ്ഞാൽ അതിന്റെ ബീജം ഒന്നുമല്ലാതെയായിപ്പോവും, പൊട്ടി നാമാവിശേഷവും. അതങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും കട്ടിയാർന്ന അതിന്റെ ശകരിയും മറ്റു സംഗതികളും അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. പലതാകണം. എല്ലാം ഈ എല്ലാറ്റിലും കാണാം ഇത്.